അവസാനം നമ്മൾ തീർക്കുകയാണ്. പാട്ട് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഒരു നിമിഷം ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഒരുമിച്ചൊരു ഗാനം കൂടെ ചേർന്ന് പാടി നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. 2-3 മിനിറ്റിനകത്ത് നമ്മൾ ഒരുമിച്ച് പാടി ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രത്തോളം കർത്താവ് നമ്മെ നടത്തി. ദൈവസ്നേഹവും ദൈവത്തിൻ്റെ കരുതലും നമുക്ക് ചുറ്റും നമ്മെ പരിപാലിച്ച് നാം ചിന്തിക്കാത്ത നിലവാരത്തിൽ കർത്താവ് നമ്മെ ഇത്രത്തോളം നടത്തിയ എല്ലാ ദൈവത്തിൻ്റെ സ്നേഹത്തിനും നന്ദിയോടെ കഴിയുമെങ്കിൽ എല്ലാ ദൈവമക്കളും നമ്മളിതൊരു പ്രോഗ്രാമിന് ഇരിക്കുന്നുള്ള ചിന്തയല്ലാതെ മറിച്ച് ദൈവസന്നിധിയിലാണെന്നുള്ളൊരു ബോധ്യത്തോടെ അല്പനിമിഷങ്ങൾ കഴിയുമെങ്കിൽ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാ ഉപകാരങ്ങൾക്കും എല്ലാ നന്മകൾക്കും അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതന്മേൽ ചോരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. ചെറുപടം അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതന്മേൽ ചോരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. മഹാ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരുമിച്ച് പല്ലവി ചേർന്ന് പാടാം. എല്ലാവർക്കും ആ സ്ഥാനത്തിരിക്കാം.
അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് അവസരം ഒരുക്കിയല്ലോ. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഹോളിഡേയിൽ ഒരല്പ വ്യത്യാസങ്ങൾ വന്നു. പല കമ്പനിക്കും ഇന്ന് വർക്കുണ്ട് എന്നറിയിച്ചു. എങ്കിലും തുടർന്നും പല പ്രിയപ്പെട്ടവരും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കൊയർ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് കൊടുത്ത സമയം 1 മണിക്കൂറായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ 10 മണിക്ക് ആരംഭിക്കുവാൻ കഴിഞ്ഞില്ല. 10:20 ആരംഭിച്ചത്. 11:20 അവരുടെ പ്രോഗ്രാം അവർ അവസാനിപ്പിച്ചു. തുടർന്ന് നാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രോഗ്രാമാണ് നടക്കുവാൻ വേണ്ടി പോകുന്നത്. ബാക്കിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ദയവായി ഫ്രണ്ടിലേക്ക് കടന്നു വന്നിരിക്കുവാൻ വേണ്ടി പ്രത്യേകം അപേക്ഷിക്കുന്നു. ആ ബാക്കിൽ ഡോറിന് വെളിയിൽ കോറിഡോറിലൊക്കെ പല പ്രിയപ്പെട്ടവർ നിൽപ്പുണ്ട്. അവരെ കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം, അകത്തേക്കൊന്ന് ഇൻവൈറ്റ് ചെയ്യണം. തുടർന്ന് നമ്മുടെ PAP സെക്രട്ടറി പ്രിയ മനു തോമസ് മുമ്പോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ ഓർപ്പിക്കും. ഇന്നത്തെ പ്രോഗ്രാം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ലോർഡ്. ആദരണീയരായ ജഡ്ജസ്, അവതാരകൻ, ഡിബേറ്റ് പാനലിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും പങ്കെടുക്കുന്ന സദസ്സിലുള്ള ഏവർക്കും ക്രിസ്തീയ വന്ദനം. ഇന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ ഡിബേറ്റ് പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. പെന്തക്കോസ്ത് സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം സമകാലികമായതും അതീവ പ്രാധാന്യം അർഹിക്കുന്നതുമായ ഈ ചർച്ചയുടെ വിഷയം പെന്തക്കോസ്ത് സഭകളുടെ രാഷ്ട്രീയ പ്രാധാന്യം അല്ലെങ്കിൽ രാഷ്ട്രീയ പങ്കാളിത്തം എന്നുള്ളതാണ്. മതവും രാഷ്ട്രീയവും എന്ന 2 ശക്തമായ സാമൂഹിക ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മതസംഘടനകളിലെ സാമൂഹിക ഇടപെടലുകളും അവരുടെ നിലപാടുകളും വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് പെന്തക്കോസ്ത് സഭകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം എന്ന വിഷയം ചർച്ചയാവുന്നത്. ഈ ഡിബേറ്റിലൂടെ വിഷയം അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും അവരുടെ വാദങ്ങൾ അവതരിപ്പിക്കും. ഇത് ഒരു സാധാരണ വാദപ്രതിവാദമല്ല, മറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുവാനും വിമർശനാത്മകമായ ചിന്ത വളർത്തുവാനും സഹായിക്കുന്ന ഒരു വേദിയാണ്. ഈ അവസരത്തിൽ നമ്മുടെ പരിപാടിയെ നയിക്കാൻ സന്നദ്ധരായ വിധികർത്താക്കളെയും അവതാരകൻ, പങ്കാളികളായ എല്ലാ പാനലിസ്റ്റുകളെയും ഒപ്പം ചർച്ചയുടെ ഭാഗമാകാൻ അത്യുത്സാഹത്തോടെ വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ PAPA ടീം 2026 പേരിൽ ഒരിക്കൽ കൂടി പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് തുടർന്നുള്ള ഡിബേറ്റ് സെഷൻ അതിൻ്റെ വിവരണം നൽകുന്നതിനായി ബ്രദർ സിബിൻ ജോസിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഷാർജ IPC വർഷിപ്പ് സെന്റർ PYPയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പൺ ഡിബേറ്റിലേക്ക് ആദ്യം തന്നെ സ്വാഗതം. പെന്തക്കോസ്ത് സഭകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം എന്ന വിഷയത്തിൽ ഇന്നിവിടെ നമ്മൾ ചൂടേറിയ ചർച്ചകൾക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം എപ്പോഴും വിവാദപരവും സസൂക്ഷ്മവുമായ വിഷയമായിരുന്നുവെങ്കിലും സമൂഹത്തിലെ മാറ്റങ്ങളോടൊപ്പം ഈ ബന്ധത്തിന്റെ സ്വഭാവവും നിലവിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആനുകാലിക പ്രസക്തമായ ഈ വിഷയം PYPA ഇന്നിവിടെ ഓപ്പൺ ഡിബേറ്റിനായി എടുക്കുന്നത്. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭകൾ അവരുടെ ആത്മീയ കേന്ദ്രീകൃത സമീപനത്തിൽ നിന്ന് സാമൂഹികവും രാഷ്ട്രീയവുമായ ഇടപെടലുകളിലേക്ക് നീങ്ങുന്ന പ്രവണത ആനുകാലിക പ്രസക്തവുമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പെന്തക്കോസ്ത് സഭകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം വിവിധ രൂപങ്ങളിൽ പ്രകടമാകുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്
വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലത്തിൽ നിന്നും പെന്തക്കോസ്ത് സഭയെ പ്രതിനിധീകരിച്ച് ഒരു പെന്തക്കോസ്ത് വിശ്വാസി ജനവിധി തേടുന്നു എന്നുള്ളത്. എന്നാൽ ചില സഭകൾ നേരിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലിനെ പിന്തുണയ്ക്കുമ്പോൾ മറ്റ് ചിലർ അതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. പെന്തക്കോസ്ത് സഭകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം ഒരു സമതുലിതമായ സമീപനം ആവശ്യപ്പെടുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമഗ്രമായ ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യം തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ പാനലിസ്റ്റുകളെ ആദ്യം സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം പാസ്റ്റർ എബി പടപ്പേക്കര, അനുഗ്രഹീത പ്രാസംഗികൻ, ദൈവവചന പഠിതാവ്, ഗായകൻ. അതോടൊപ്പം തന്നെ ന്യൂ ജനറേഷൻ സമൂഹത്തിൽ ദൈവവചനത്തിലൂടെ ആനുകാലിക സംഭവങ്ങളിൽ കാഴ്ചപ്പാടുകൾ പ്രഭാഷണങ്ങളാക്കി മാറ്റുന്ന പാസ്റ്റർ എബി പടപ്പേക്കരിയെ ഈ ഓപ്പൺ ഡിബേറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അഡ്വക്കേറ്റ് നെജി ജോർജ്, തന്റെ കാഴ്ചപ്പാടുകളെ വാക്കുകളുടെ തീയമ്പുകളാക്കി മാറ്റുന്ന വ്യക്തിത്വം, മികച്ച വാത്മീകി, പെന്തക്കോസ്ത് സഭകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിൽ വ്യക്തമായി നിലപാടുള്ള വ്യക്തിത്വം. അഡ്വക്കേറ്റ് നെജി ജോർജിനെ ഈ ഓപ്പൺ ഡിബേറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബ്രദർ തോമസ് ഫിലിപ്പ്, ദൈവവചനത്തിൽ ആഴമായ പഠനം നടത്തുന്ന വ്യക്തിത്വം, പെന്തക്കോസ്ത് സഭകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിൽ വ്യക്തമായ നിലപാട് കൈക്കൊള്ളുന്ന വ്യക്തിത്വം, മികച്ച പഠിതാവ്. ബ്രദർ തോമസ് ഫിലിപ്പിനെയും ഓപ്പൺ ഡിബേറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബ്രദർ ജോർജ് വർഗീസ്, ക്രൈസ്തവ എഴുത്തുപുര എന്ന മാഗസിൻ്റെ സെക്രട്ടറി, എഴുത്തുകാരൻ, ആനുകാലിക വിഷയങ്ങളെ സമഗ്രമായി പഠനം നടത്തുന്ന വ്യക്തിത്വം, നിലപാടുകളിൽ ചൂടേറിയ അക്ഷരങ്ങളാക്കി പ്രതിഫലിപ്പിക്കുന്ന വ്യക്തിത്വം. ബ്രദർ ജോർജ് വർഗീസിനെ ഓപ്പൺ ഡിബേറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്രദർ രാജു പി വി, IPC വർഷിപ്പ് സെന്റർ മുൻ സെക്രട്ടറി, മുൻ PYPS സെക്രട്ടറി എന്ന നിലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയ വ്യക്തിത്വം, ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ പെന്തക്കോസ്ത് സഭയുടെ കാഴ്ചപ്പാടുകളെ വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തി, നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ബ്രദർ രാജു പി വിയെ സ്വാഗതം ചെയ്യുന്നു. ബ്രദർ റിജു കുഞ്ഞുമോൻ, രാഷ്ട്രീയ വിഷയങ്ങളിൽ സമഗ്ര പഠനം നടത്തുന്ന വ്യക്തി, പെന്തക്കോസ്ത് സഭകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിൽ ശരിയായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തിത്വം, കാഴ്ചപ്പാടുകളിലും നിലപാടുകളിലും ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ബ്രദർ റിജു കുഞ്ഞുമോനെ ഓപ്പൺ ഡിബേറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജഡ്ജിംഗ് പാനലാണ്. IPC UAE റീജിയൻ പ്രസിഡന്റും ഷാർജ IPC വർഷിപ്പ് സെന്ററിന്റെ സ്ഥാപക പ്രസിഡന്റും ആനുകാലിക വിഷയങ്ങളിൽ സഭയെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് നയിക്കുന്ന റവറൻഡ് ഡോക്ടർ പാസ്റ്റർ വിൽസൺ ജോസഫിനെ ജഡ്ജിംഗ് പാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷാർജ IPC വർഷിപ്പ് സെന്ററിന്റെ അസിസ്റ്റന്റ് പാസ്റ്റർ, വർഷിപ്പ് സെന്റർ കോളേജ് ഓഫ് തിയോളജിയുടെ രജിസ്ട്രാറുമായ റവറൻഡ് പാസ്റ്റർ റോയ് ജോർജ് അവർകളെയും ജഡ്ജിംഗ് പാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ ചർച്ച നടക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ചർച്ചയെ നിയന്ത്രിക്കുന്ന അതിൻ്റെ അവതാരകൻ തന്നെയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ഈ ചർച്ചയെ നിയന്ത്രിക്കുന്നത് നിശബ്ദ രാഷ്ട്രീയ നിരീക്ഷകനും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും പാർവിഷൻ ചാനലിൽ 3 വർഷം ഗസ്റ്റ് റൂം അവതാരകനുമായി പ്രവർത്തിച്ച് UAE അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്തൃവേലിയിലായിരിക്കുന്ന ഡോക്ടർ സൈമൺ ചാക്കോയെ അവർകളെ ഈ ഓപ്പൺ ഡിബേറ്റിൻ്റെ അവതാരകനായി ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ റവറൻഡ് ഡോക്ടർ സൈമൺ ചാക്കോ നിയന്ത്രിക്കും. അദ്ദേഹത്തിനെ ക്ഷണിച്ചോളൂ. ഒന്ന് രണ്ട് മൈക്ക് കൂടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണമേ പ്ലീസ്. ഈ അനുഗ്രഹീത സദസ്സിലേക്ക് ഒരിക്കൽ കൂടെ സവിനയം സ്വാഗതം ചെയ്യുന്നു. സഭാഗാത്രത്തിന്, പെന്തക്കോസ്ത് സഭാഗാത്രത്തിന് രാഷ്ട്രീയത്തിൻ്റെ അതിരുകൾ നിശ്ചയിക്കുന്ന അതിമനോഹരമായ ചർച്ചയിലേക്കാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രണ്ടും ശരിയാണ്. അപ്പോൾ തന്നെ അറിയാനും അറിയിക്കുവാനുമുള്ള
തീവ്രമായ ശ്രമമായിരിക്കട്ടെ. ഈ രാഷ്ട്രീയ നിരീക്ഷകരും കാലോചിതമായി നമ്മുടെ സഭകളുടെ നീക്കത്തെ വീക്ഷിക്കുന്ന നിങ്ങളോടൊപ്പം ഉള്ള സമയം ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം അറിവുകൾ പങ്കുവയ്ക്കുന്ന വേദിയാകട്ടെ. എനിക്ക് തോന്നുന്നു മധ്യപൂർവ്വദേശത്ത് അല്ല, കേരള സമൂഹത്തിൽ തന്നെ അല്ല, നമ്മുടെ ഭാരതത്തിൽ പോലും അത്യപൂർവമായി നടക്കുന്ന, ഇത്രയും വിശാല മനസ്സോടെ നടക്കുന്ന ഒരു ഓപ്പൺ ഡിസ്കഷനാണിത്. അതുകൊണ്ട് തന്നെ എല്ലാ പാനലിസ്റ്റുകളെയും ജഡ്ജിങ് പാനലിനെയും നിങ്ങളെയും നമ്മൾ പരസ്പരം കരവടിച്ച് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ കുറച്ചുകൂടി ഉഷാറോടെ അടിച്ചാട്ടെ. കാര്യം ഇനിയും വരാൻ പോകുന്ന ഡിസ്കഷനിൽ ഇത്രയും വലിയ കൈയടി ഉണ്ടാകുമോ എന്ന് അറിയത്തില്ല. കൈയടി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ഒരുമിച്ച് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് ആ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. ദയവായി ഒരു കാര്യം ശ്രദ്ധിക്കണമേ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലൂടെ നടക്കുന്ന ആ പ്രവണതയൊന്ന് മാറ്റണം. ഇതിൽ ദയവായി വന്നിരിക്കണം. ബാക്കിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. PYPയുടെ കമ്മിറ്റി മെമ്പേഴ്സ് അല്ലാത്ത ഒരാൾ പോലും ദയവായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ, അലക്ഷ്യമായി പോകാതെ ഈ സീറ്റിലേക്ക് വന്നിരിക്കണം. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം ഈ രണ്ട് സൈഡിലിരിക്കുന്ന പാനൽ എങ്ങനെയുള്ളവരാണ്. എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നവർ പെന്തക്കോസുകാർ, രാഷ്ട്രീയത്തിൽ പങ്കെടുത്താലും അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്താലും അത് തരക്കേടില്ല, തെറ്റില്ലെന്ന് വാദിക്കുന്നവരാണ്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഇതിനകത്തിലുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ വന്നിരിക്കാം. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാൻ വേണ്ടി താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ, പെന്തക്കോസുകാർ രാഷ്ട്രീയത്തിൽ അല്പം ഇൻവോൾവ് ആയാലും ബുദ്ധിമുട്ടില്ല എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി മുമ്പോട്ട് കടന്നു വരാം. ചില വാക്കുകൾ പറയുവാൻ ആഗ്രഹിക്കുന്നവർ, ഈവൻ സഹോദരിമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിലെ സീറ്റിലേക്ക് ഇരിക്കാം. അങ്ങനെ താല്പര്യപ്പെടുന്നു എങ്കിൽ രാഷ്ട്രീയത്തിൽ സംബന്ധിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് ചിന്തിക്കുന്നവർ പ്ലീസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ തിരിച്ച് പെന്തക്കോസ് ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ഇൻവോൾവ് ആകാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കടന്നു വന്നിരിക്കാം. ഇത് നിങ്ങൾക്ക് ഒരവസരമാണ്, ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം എന്നോട് ചില പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞു, അവർ പോലും വരുന്നില്ലല്ലോ മുമ്പോട്ട് കടന്നു. ജോയലൊക്കെ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതാണ്, കമോൺ പ്ലീസ് പ്ലീസ്. ചില ആൾക്കാരോടൊന്ന് വന്നാട്ടെ, രണ്ട് സൈഡിലും ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്നവരാണ് മെയിനായിട്ട് ഓഡിയൻസിന് ടൈം തരും. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് കൂടുതൽ സമയം കിട്ടുന്നത് ഇവിടെ ഇരിക്കുന്നവർക്കായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ ഫിനിക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കാം. കൂടുതൽ ടൈം കിട്ടുന്നത് അങ്ങനെയുള്ളവർക്കായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞു, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, അതായത് രാഷ്ട്രീയത്തിൽ ഇടപെടാമെന്ന് സപ്പോർട്ട് ചെയ്യുന്നവർ ഈ സൈഡിൽ, രാഷ്ട്രീയത്തിൽ പെന്തക്കോസുകാർക്ക് രാഷ്ട്രീയത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല അങ്ങനെ ചിന്തിക്കുന്നവർ ഈ എൻ്റെ റൈറ്റ് സൈഡിൽ, പാടില്ല എന്ന് ചിന്തിക്കുന്നവർ, പെന്തക്കോസുകാർക്ക് അത് പാടില്ല എന്ന് ചിന്തിക്കുന്നവർ ലെഫ്റ്റ് സൈഡിൽ. ഓഡിയൻസ് ആയിട്ടിരുന്നാൽ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഓഡിയൻസ് ആയിട്ടിരുന്നാൽ ഓഡിയൻസിന് രണ്ടും സംസാരിക്കാം വേണ്ടി, പക്ഷേ ഒന്ന് പറഞ്ഞിട്ട് അടുത്ത നിമിഷത്തിൽ മാറ്റി പറയരുതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പറയുന്നിടത്ത് തന്നെ നിങ്ങൾ നിൽക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ മോഡറേറ്റർ അതിന് വളരെ സമർത്ഥനാണ്. അദ്ദേഹം അത് കൺട്രോൾ ചെയ്തോളും. എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം കൺട്രോൾ ചെയ്തോളും. ഈ സൈഡിലേക്ക് തീരെ ആൾക്കാരെ കാണുന്നില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സൈഡിലേക്ക് കൂടെ ചില ആൾക്കാർ, ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആരംഭത്തിലെ ഞാൻ പറയുകയാണ്, കാരണം ഇവരാരും തീവ്രമായിട്ട് ഇത് ഉണ്ടെന്നുള്ളതല്ല. കാരണം അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, അതിലേക്ക് ആളില്ലെങ്കിൽ ഞാൻ മറ്റേതായിട്ട് വേണേ നിൽക്കാം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും അതിനകത്ത് തീവ്രമായിട്ട് അതുണ്ടേലേ പറ്റൂ എന്നുള്ളതല്ല. നമ്മുടെ ഇത് രസാവഹമാക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് എന്നുള്ളതിൽ കവിഞ്ഞ് അതിനപ്പുറമായിട്ട് മറ്റൊന്നുമില്ല. ഈ പ്രോഗ്രാം ഒന്ന് രസാവഹമാക്കുവാൻ വേണ്ടി, അല്ലാതെ ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെട്ടേ പറ്റൂ എന്നുള്ള ചിന്തയോ ഇവർക്കില്ല. ഈ പറയുന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ഇന്നലെ രാത്രി വരെ വേണമെങ്കിൽ ഞാൻ മറ്റേ പാനിലേക്ക് മാറാൻ ആളില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞവരൊക്കെ ഇതിനകത്തിലുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് രണ്ട് പേരൂടെ ഇവിടോട്ടൊന്ന് വന്നിരുന്നാൽ നല്ലതായിരിക്കും. ഇല്ല, യെസ്, വി ക്യാൻ പ്രൊസീഡ്. യെസ്, തുടർന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മോഡറേറ്റർ
ഡോക്ടർ സൈമൺ ചാക്കോ നിർവഹിക്കുന്നതായിരിക്കും. ഈ ചർച്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഇരു പാനലും വളരെ ആത്മീയ അന്തരീക്ഷത്തിലാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അമ്മയോട് തീക്ഷ്ണമായ വാക്കുകൾ പറയരുത്. അതുപോലെ തീക്ഷ്ണമായ വാക്കുകൾ പറയരുത്, പരസ്പര അധിക്ഷേപങ്ങളൊന്നുമില്ല. എല്ലാം നമ്മൾ അപ്പോൾ ഇതിനകത്ത് എവിടെയായിരിക്കും മോഡറേറ്റ് ഇടപെടുന്നത്? നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അത് കണ്ടെത്താനുള്ള ഒരു അതാണല്ലോ മോഡറേറ്റർ. ആ സമയത്ത് അത് ഇൻ്റർഫിയർ ചെയ്യുകയും അത് സംസാരിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് കൈകൾ ഉയർത്താം. നല്ല പോയിൻ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ കൈയടിക്കാം. നമുക്കൊരുമിച്ച് സഹകരിക്കാം. നമ്മുടെ ഇരു പാനലുകളെയും വളരെ സവിസ്തരം പരിചയപ്പെടുത്തി. വലതുഭാഗത്തിരിക്കുന്നവർ രാഷ്ട്രീയം ആകാമെന്ന ചിന്തയാണ് ഇപ്പോഴവർക്കുള്ളത്. ഇത് കഴിഞ്ഞ് മാറുമോ ഇല്ലയോ എന്നറിയത്തില്ല. ഇപ്പോൾ രാഷ്ട്രീയം പാടില്ല എന്നുള്ളതാണ് ലെഫ്റ്റ് സൈഡിലുള്ള നമ്മുടെ ടീമിൻ്റെ ആഗ്രഹം. ഈ യോഗം കഴിയുമ്പോൾ അവർ ഇങ്ങോട്ട് മാറുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 1 മണിക്ക് ആഹാരത്തിന് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് പോകും. അങ്ങനല്ലയോ? റൈറ്റ് നമ്മൾ ഒരുമിച്ച് പോകും. റൈറ്റ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം പാടുണ്ട്, സാധ്യതയുണ്ട്, നമുക്ക് രാഷ്ട്രീയത്തിൽ ഒരു ഭാവിയുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മളിവിടെ പങ്കുവയ്ക്കുന്നു. ആദ്യത്തെ ഡിസ്കഷൻ നമ്മൾ പോകുന്നു. ജോർജ് വർഗീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഓവർ ടു സ്ക്രീൻ. പെന്തക്കോസ്തിലെ 2 അതികായകന്മാർ നമ്മോട് സംവാദിക്കുന്നു. ഓവർ ടു സ്ക്രീൻ. സഭ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കണം. ഇതാ ഒരു പരസ്യ പ്രസ്താവന നാം കാണാൻ തുടങ്ങുകയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വളരെ സകൂതം ശ്രദ്ധിക്കുന്ന പാസ്റ്റർ ബാബു ചെറിയാൻ. ഓവർ ടു സ്ക്രീൻ. അതല്ല ഒന്നാമത്തേത്, അതല്ല പ്ലീസ്, ഒന്നാമത്തേത് ബാബു ചെറിയാൻ പാസ്റ്റർ ആദ്യം കാണിച്ചത്. ഇത് രാഷ്ട്രീയം വേണമെന്നുള്ള നമ്മുടെ ടെക്നിക്കൽ ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശരിയാകും. റൈറ്റ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരിക. പെന്തക്കോസ്ത് എന്ന വിഭാഗത്തിന് വേണ്ടി സംസാരിക്കാൻ ചിലർ നമ്മുടെ അസംബ്ലിയിൽ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. യെസ്, പ്രാർത്ഥിക്കണം. പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ പലരും ഇങ്ങനെയൊരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് തെളിയിച്ചല്ലോ. അറിവുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ഇനിയുള്ള കാലത്ത് ജയം തീരുമാനിക്കുന്നത് ബന്ദിക്കോസുകാരാണ്. നമുക്കിതൊന്നും അറിയില്ല. രാഷ്ട്രീയക്കാർ ഇതിന്റെയൊക്കെ കണക്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ ഗ്രൂപ്പല്ല, നമ്മൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ചെറിയ ഗ്രൂപ്പല്ല. ഒരു കയ്യടി കൊടുത്താട്ടോ അതിന്. നമ്മൾ ചെറിയ ഗ്രൂപ്പല്ല, നമ്മൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സഭ, ലോകം ഇങ്ങോട്ട് വരികയല്ല, നമ്മൾ ലോകസഭയിലേക്ക് പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മറുപടി ദാ വരുന്നു. അടുത്തത് പാസ്റ്റർ TD ബാബു. അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടെ നമുക്കൊന്ന് കേൾക്കാം. നമ്മളെ ആളുകൾ കുറച്ചുപേര് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഇപ്പൊ ഏതാണ്ട് ഉണ്ടക്ക ഉരുട്ടിക്കൊണ്ടുവരുമെന്ന്. ഹലോ, ഇത് പിശാച് വളരെ തന്ത്രശാലിയാ. നിങ്ങൾ നോക്കിക്കോ. കൊടി പിടിക്കാനും ഇൻകിലാബ് വിളിക്കാനും നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ആരും പോകുമായിരുന്നില്ല. കാരണം അവർ പഠിപ്പിച്ചതെന്താ? യേശു പറഞ്ഞതെന്താ? എന്റെ രാജ്യം ഐഹികമല്ല. സഭകളെയും സഭാവിശ്വാസികളെയും പക്ക ലോകക്കാരാക്കി മാറ്റാനുള്ള
തീവ്രമായ ശ്രമം വിശുദ്ധന്മാരുടെ ഇടയിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ പല യോഗങ്ങളിലും അതിനുള്ള ആഹ്വാനം നൽകിക്കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 100-ലധികം വർഷമായി ഈ വേർപെട്ട സമൂഹം കേരളത്തിൽ ആരംഭിച്ചിട്ട് നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ കാലത്ത് സഭ വളർന്നത് ഒരു രാഷ്ട്രീയക്കാരുടെയും പിന്തുണയുണ്ടായിരുന്നത് കൊണ്ടല്ല. പഴയ ആളുകൾക്കൊക്കെ അറിയാം, അവർക്കൊക്കെ MTHഉം PhDയും ഇല്ലായിരുന്നെങ്കിലും അവരിലൊക്കെ വ്യാപരിച്ച ആത്മാവിന്റെ അത്യന്ത ശക്തിയ സഭയെ വളർത്തിയത്. ഒന്നുകൂടെ പറഞ്ഞാൽ, വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുതെന്ന് പഠിപ്പിച്ച പിതാക്കന്മാരുടെ പിന്തലമുറക്കാരാണ് നമ്മളെങ്കിൽ നമ്മൾ ലോകക്കാരല്ല. ആളിനെ ഇറക്കി, ഗുണ്ടകളെ ഇറക്കി തല്ലി നേടുന്നതല്ല ദൈവസഭയുടെ വിജയം. ദൈവസഭ ജയിച്ചത് ഈ വചനത്തിന്റെ വാളുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. പുതിയ നിയമസഭയെ നിയമസഭയ്ക്കകത്തു കൊണ്ടുപോയി കെട്ടാനുള്ള ഒരു ഗൂഢതന്ത്രം ഗോളത്തിൽ നടത്തുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു. ദൈവസഭയെ അത് ഡിസ്പ്ലേ ഓഫ് ചെയ്തേരെ, ഇത് ചെയ്തിട്ട് മറ്റേ ഓക്കെ. ദൈവസഭയെ നിയമസഭയ്ക്കകത്ത് കൊണ്ടുപോകരുത്. നമ്മൾ ആദ്യം കേട്ടു, ദൈവസഭ ലോകസഭയിലെങ്കിലും പോകണം. ഈ അഭിപ്രായത്തെ അനുകൂലിക്കും പ്രതികരിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാനലിസ്റ്റ് അനുകൂലമായി നിന്ന് അതിനുവേണ്ടി മറുപടി പറയുന്നു. ബ്രദർ ജോർജ് വർഗീസ് തന്റെ അഭിപ്രായം ഇപ്പോൾ വെളിപ്പെടുത്തും. എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ സ്നേഹവന്ദനം. ഈ വർഷത്തെ 2026 ജനുവരി മാസം കുമ്പനാട് വെച്ച് നടന്ന ഇന്ത്യ ബെന്തക്കോസ്റ്റ് ദൈവസഭയുടെ ജനറൽ കൺവെൻഷനിലെ പൊതുവേദിയിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകൻ പാസ്റ്റർ ബാബു ചെറിയാൻ തൻ്റെ പ്രഭാഷണ മധ്യേ ഉദ്ധരിച്ച ഭാഗമാണല്ലോ നാം ആദ്യം കേട്ടത്. നമ്മുടെ ഇടയിൽ നിന്ന് രാഷ്ട്രീയക്കാർ എഴുന്നേൽക്കണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ അനുകൂലിച്ച് ഒരു പടി കൂടെ മുമ്പോട്ട് കടന്നു തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് രാഷ്ട്രീയക്കാർ എഴുന്നേൽക്കുക മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും ഭരണചക്രത്തെ കറക്കുവാൻ കഴിവുള്ളവരും കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചുക്കാൻ പിടിക്കുന്ന നേതൃത്വ പാഠവുമുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ ഭരിക്കുവാനും രാജ്യത്തെ നയിക്കുവാൻ വേണ്ടിയാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് സമൂഹത്തിൻ്റെ ഏത് അറ്റം വരെയും കടന്നു ചെല്ലാനുള്ള ഒരു മാധ്യമമാണ്. അവർക്ക് ഏത് സമൂഹത്തിൻ്റെ ഏത് കാര്യങ്ങളും ഇടപെടാൻ സാധിക്കുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കും രാഷ്ട്രീയം നമുക്ക് ഏറ്റവും അനിവാര്യമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ബെന്തക്കോസ്ത് സഭ മാറി നിൽക്കരുത്, മുമ്പോട്ട് പോകുക തന്നെ ചെയ്യണം. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും നിർണായകമായ സ്ഥാനത്ത് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിണിത ഫലം, അതിൻ്റെയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇനി മുൻകൂടി നാം കാണുവാൻ പോവുകയാണ്. ഈ മുമ്പ് പറഞ്ഞു കൊടുക്കുക തന്നെ, ഈ പ്രാവശ്യത്തെ നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ ഒരു പെന്തക്കോസ് വിശ്വാസിയും ആ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മാറ്റത്തിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, വസ്തുതകളുടെയും കണക്കുകളുടെയും വെളിച്ചത്തിൽ രാഷ്ട്രീയം പെന്തക്കോസ്തിൽ ആവശ്യമാണെന്നുള്ള ഇനിയുള്ള ചർച്ചയിൽ ഞങ്ങളുടെ പാനൽ തെളിയിക്കുന്നതായിരിക്കും. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതാണോ സഭയുടെ വളർച്ചയുടെ മാനദണ്ഡം? നിങ്ങൾ എന്ത് പറയുന്നു? ബഹുമാനിതരായ എല്ലാ മാന്യതർക്കും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ഭരണചക്രം തിരിക്കാൻ, സുവിശേഷം വിളിച്ചു പറയാൻ രാഷ്ട്രീയം നല്ലതാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. പറഞ്ഞാട്ടെ. ഞങ്ങളുടെ പ്രമേയം ഞങ്ങൾ അവതരിപ്പിച്ചോളട്ടെ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ ഉറച്ചു നിൽക്കുന്നു, ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് രാഷ്ട്രീയ പദ്ധതികളെക്കുറിച്ചിട്ടോ രാഷ്ട്രീയ പുസ്തകങ്ങളോ മറ്റൊന്നും പഠിച്ചിട്ടല്ല. ഞങ്ങളുടെ ആധാരമാക്കിയിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ഞങ്ങൾ ഇതിനൊട്ടും താല്പര്യമുള്ളവരല്ല. ഞങ്ങൾ ഇതിന് ഉത്തരം പറയുന്നത് കൂടുതലും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ വേദപുസ്തകം എന്താണ് വിവക്ഷിച്ചിരിക്കുന്നത് അതനുസരിച്ച് മാത്രമേ ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. 2, ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ചില ചർച്ചകളെയോ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല. യൂണിവേഴ്സൽ ചർച്ച് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതായത് ആഗോളപരമായിട്ടുള്ള സഭയ്ക്ക് രാഷ്ട്രീയം ഒരിക്കലും
നല്ലതല്ല, സഭയ്ക്ക് രാഷ്ട്രീയം ഭൂഷണമല്ല. രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞുകൊള്ളട്ടെ. രാഷ്ട്രീയം എന്നുള്ളത്, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ടറിയാം രാഷ്ട്രീയം എന്താണെന്നുള്ളത്. 1-2 വർഷങ്ങൾ മാന്യമായി ഭരിച്ചതിന് ശേഷം അടുത്ത വർഷം കാലുവാരിയുള്ള പരിപാടികളാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു പെന്തക്കോസ്തുകാരന് ഒരിക്കലും രാഷ്ട്രീയം നല്ലതല്ല. പെന്തക്കോസ്തുകാരനെന്തോ കാലുവാരാൻ അറിയത്തില്ലയോ? നന്നായിട്ടറിയാം. അതുകൊണ്ട് അവിടെ പോയാൽ വാരത്തില്ലയോ? അങ്ങനെയാണെങ്കിൽ വേറെ രീതിയിൽ സംസാരിക്കേണ്ടി വരും. അല്ല, കാലുവാരലിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ എന്താണ് നിങ്ങൾ പറയുന്ന കാര്യം, എന്തുകൊണ്ട് പാടില്ല അത് പറഞ്ഞാട്ടെ. ദൈവവചന പ്രകാരവും ദൈവസഭയുടെ അല്ലെങ്കിൽ ദൈവസഭയുടെ അച്ചടക്കമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവസരം തരാം. പറഞ്ഞോണ്ടാ അതുകൊണ്ടാണ് കാല് പൊക്കി വെച്ചിരിക്കുന്നത്. അല്ല, അദ്ദേഹം പറയട്ടെ, തീർന്നില്ല അദ്ദേഹത്തിന് പറഞ്ഞിട്ടെ. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറുപടി നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇത് രാഷ്ട്രീയത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ജഡ്ജിംഗ് പാനൽ എനിക്കൊരു പെർമിഷൻ തരണം. ഇപ്പൊ വന്നിരിക്കുന്നത് സഭയിൽ ഈ രാഷ്ട്രീയം പാടില്ലെന്ന് വേദപുസ്തകം നിഷ്കർഷിക്കുന്നു എന്നുള്ളതാണ്. വേദപുസ്തകം അങ്ങനെ നിഷ്കർഷിക്കുന്നുണ്ടോ? എന്താ അഡ്വക്കേറ്റ് ജിനിക്ക് പറയാനുള്ളത്? എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഞാനിവിടെ സംസാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന പാനലിനെയോ അല്ലെങ്കിൽ ഇരിക്കുന്ന ആരെയും ഉദ്ദേശിച്ചല്ല, ജനറലായിട്ടാണ് എൻ്റെ അഭിപ്രായം. ഈ രാഷ്ട്രീയ പെന്തക്കോസ്ത് സഭ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നുള്ളതിൻ്റെ ഒക്കെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പിന്നിൽ ഞാൻ ചിന്തിക്കുന്നത്, യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവസഭകളിൽ വീണ്ടെടുക്കപ്പെടാത്ത ഒത്തിരി ആൾക്കാർ ദൈവസഭയ്ക്കകത്തുണ്ട്. അവർക്ക് ഈ ലോകത്തിൻ്റെ മോഹത്തിന് വലിയ താല്പര്യമുള്ളവരാണ്. അങ്ങനെയുള്ളവരാണ് ഇതിനെപ്പറ്റി കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവരാണ് ഈ ആഗ്രഹം പുറപ്പെടുവിക്കുന്നതാണ് എൻ്റെ ചിന്ത. രാഷ്ട്രീയം ലോകമോഹത്തിനുള്ള ഉപാധിയാണെന്നാണ് അവിടുത്തെ പറഞ്ഞുകൊണ്ടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയം വേണം എന്ന് ഞാൻ പറയുന്നതിൽ നെജി പറഞ്ഞ ഒരു കാര്യത്തോട് ബന്ധപ്പെട്ട്, കാരണം നമ്മുടെ സഭകളിൽ പല താലന്തുകളുള്ളവരെയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സഭകളിലൊക്കെ പാട്ട് പാടുന്നവരെ നന്നായി വർഷിപ്പ് ചെയ്യാനായിട്ട് സഭയിൽ പല സമയങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പ്രസംഗിക്കാൻ അറിയാവുന്നവർ ഇടയ്ക്ക് മീറ്റിങ്ങുകളിലോ കൺവെൻഷനിലോ ഒക്കെ നമ്മൾ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കാറുണ്ട്. മറ്റ് പല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരെ കൺവെൻഷൻ ക്രമീകരണങ്ങൾ, മറ്റ് ക്രമീകരണങ്ങൾ, പല ക്രമീകരണങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ കഴിവുള്ളവർ നമ്മുടെ സഭയിൽ വന്നാൽ അവർ വളരെ കഷ്ടത്തിലാണ്. കാരണം അവരെ ശരിക്കും ഉപയോഗിക്കാൻ ഈ സഭയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവർക്ക് ഉപയോഗിക്കാനായിട്ട് മറ്റ് രാഷ്ട്രീയ വേദികൾ ഉപയോഗിക്കണമെന്നുള്ളത് നല്ലൊരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ താലത്തുള്ളവരെ അതിനുവേണ്ടി പുറത്തിറക്കണമെന്ന ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. നിങ്ങൾ അതിന് തയ്യാറുണ്ടോ? കേൾക്കാൻ സന്തോഷമുണ്ടോ? നിങ്ങൾക്ക് നല്ലൊരു കാര്യമല്ലേ? നിങ്ങൾ ആരും ഒന്നും അനുകൂലിക്കുന്നില്ല. രാഷ്ട്രീയ കഴിവുള്ളവരും സഭാ രാഷ്ട്രീയത്തിൽ ഇടപെട്ടാൽ മതി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്താ പറയുന്നു സാറേ? അകത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത പാത്രത്തെ പുറത്ത് കൊണ്ട് ഉപയോഗിക്കാൻ പോകുകയാണ്. അകത്ത് അവർക്ക് വലിയ യൂസ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി പുറത്ത് അവർക്കൊരു പ്രത്യേക മേഖല ഒരുക്കി കൊടുക്കുന്നു. ദൈവസഭയ്ക്ക് ചേരാത്തവരാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്താണ് അഭിപ്രായത്തിനുള്ളത്? അങ്ങയുടെ മറുപടി. എല്ലാവർക്കും പ്രൈസ് ലോർഡ്. ഇത് നമ്മൾ വ്യക്തിപരമായിട്ടല്ല കേട്ടോ. അല്ല, ആർക്കും വ്യക്തിപരമല്ല. ചർച്ച നടക്കുന്ന വ്യക്തിപരമായിട്ടല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തിപരമായിട്ടല്ല നമ്മളിതിന് ആൻസർ പറയുന്നത്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭാ രാഷ്ട്രീയം എന്താണ് രാഷ്ട്രീയം, അതിനെക്കുറിച്ച് ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP, 3 കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രത്തിന് ഗുണം ചെയ്യുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടി സംഭാവന ഒരു പൗരന് എന്ത് ചെയ്യാൻ കഴിയും, അതാണ് രാഷ്ട്രീയം. അല്ലാതെ കക്ഷി രാഷ്ട്രീയമല്ല. അത് കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ചുരുങ്ങിപ്പോയി. അതാണ് നമ്മുടെ കുഴപ്പം. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ പെന്തക്കോസ്ത് നമുക്ക് ഏകദേശം AD 52 പെന്തക്കോസ്ത് കേരളത്തിൽ വരുന്നതെന്നൊക്കെയാണ് ഡേറ്റ വെച്ച് നമ്മൾ പറയുന്നത്. അതിനുശേഷം 911 പെന്തക്കോസ്ത് വന്നതിന് ശേഷം ഒരു 20 ആയപ്പോഴാണ് നമ്മൾ സഭയായി മാറുന്നത്. ഓക്കെ, അവിടുന്ന് നമ്മൾ ഇത്ര എത്തി. 2011 സെൻസസ് പ്രകാരം നമ്മുടെ കേരളത്തിൽ പെന്തക്കോസ്തുകാർ 4% ആണുള്ളത് വെറും. അതിൽ 18% ക്രിസ്ത്യാനിറ്റി ഉള്ളപ്പോൾ 4% നമ്മളുള്ളൂ. നമ്മൾ അതുകൂടെ കാണണം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് വരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ കേരള സർക്കാർ നമ്മളെ പെന്തക്കോസ്തുകാരെന്നുള്ളൊരു വിഭാഗത്തിലേക്ക് നമ്മളെ പെടുത്തി. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി പെന്തക്കോസ്തായിട്ടുള്ള നമ്മൾ എന്താണ് ചെയ്യുന്നത്? സാറേ, ഞാൻ ഇടപെട്ടോട്ടെ അതിനകത്ത്. ഇപ്പം നമ്മൾ പറഞ്ഞു 51 അങ്ങോട്ട് പെന്തക്കോസ്തുകാരുണ്ടായെന്നോ സഭയുണ്ടായെന്നോ പറയുന്നത്. ഞാൻ ചോദിക്കും, നമ്മൾ എവിടെ നിന്നാണ് ഇതുണ്ടായത്? നമ്മൾ നേരത്തെ ഒന്ന് യാക്കോബക്കാരായിരുന്നു, അല്ലെങ്കിൽ CSAക്കാരായിരുന്നു, അല്ലെങ്കിൽ വേറെ ജാതിയുള്ള ആൾക്കാരായിരുന്നു. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് അവിടെ ഇതിനെല്ലാം നല്ല സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ സഭകളിലുള്ളത്. നിങ്ങൾക്ക് ഇലക്ഷൻ നിൽക്കുകയോ MLA ആവുമോ മന്ത്രി ആവുമോ എന്ത് വേണം ചെയ്യാൻ പറ്റും.
നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് എന്താ? അങ്ങനെ ആ, വരേണ്ട അതാണ് ആവശ്യമില്ലായിരുന്നു. ചോദ്യം. ലോകം വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട, പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? അതാണ് അവിടെ ഞാൻ നിന്നാ പറഞ്ഞത് സാറേ. മതിയായിരുന്നു. അതാണ് ഞാൻ ചോദ്യം. അതാണ് പറഞ്ഞത്. നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിലാണ് ചിന്തിക്കുന്നത്. ഞാൻ കക്ഷി രാഷ്ട്രീയമല്ല പറയുന്നത്. രാഷ്ട്ര നമ്മൾ സേവനത്തിൽ സമൂഹ രാഷ്ട്രീയം രാഷ്ട്ര പാടുണ്ടോ? സേവനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും? രാഷ്ട്രസേവനം- അതാണ് രാഷ്ട്രീയം. രാഷ്ട്രസേവനത്തിന് വേണ്ടി പട്ടാളത്തിൽ പോകും, നല്ല കാര്യമാണ്. ഈ പട്ടാളം ഒരു രാഷ്ട്ര സേവനമാണ്, രാഷ്ട്രീയം രാഷ്ട്രീയമാണല്ലോ. ഈ പൊളിറ്റിക്സ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു. കേരളത്തിൽ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ 18.38% ആണ് ക്രിസ്ത്യാനികൾ മൊത്തത്തിലുള്ളത്. അതിൻ്റെ അകത്ത് 4.3% ഉള്ളു പെന്തിക്കോസുകാർ. നിങ്ങളൊരു MLA എവിടെ നിന്ന് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? പത്തനംതിട്ട നിന്നാണോ തിരുവനന്തപുരത്ത് നിന്നാണോ എവിടെ നിന്നാണ് ഉദ്ദേശിക്കുന്നത്? സാർ, ഞാൻ പറയുന്നത് MLA അല്ല. ഞാൻ പറയുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ കക്ഷി രാഷ്ട്രീയമല്ല പെന്തക്കോസ്, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിക്കുന്നത് അല്ലല്ല, കേരള രാഷ്ട്രീയത്തിന്റെ പോലെ ചുരുങ്ങി പോകരുത്. അവിടെ മൈക്ക് ഒന്ന് കൊടുത്തു, ഒറ്റ സെക്കൻഡ് സാർ ഒന്ന് കൊടുത്തേ. എന്താ ഒന്ന് പറഞ്ഞേട്ടെ. ഈ രാഷ്ട്രീയം എന്ന് ഉദ്ദേശിക്കുമ്പോൾ രാഷ്ട്രത്തെ സേവിക്കണമെന്നുണ്ടെങ്കിൽ അത് സിവിൽ സർവീസിലോ മറ്റ് അങ്ങനെയുള്ള ഉന്നത രാഷ്ട്ര സേവനമാണ്, ഇത് സർവീസ് സേവനമാണ്. ഉന്നത പദവികളിലേക്ക് നമ്മുടെ തലമുറകളെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവർക്ക് നമ്മുടെ രാജ്യത്തെ സേവിക്കാം. അതാണ് ഏറ്റവും പ്രധാനം. ഒരു മന്ത്രിക്ക് ചെയ്യുന്ന പോലെ ഒരു സിവിൽ സർവീസുകാരന് ചെയ്യാൻ പറ്റുമോ? ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഇരിക്കുമ്പോൾ മന്ത്രിയെ പോലും നമുക്ക് ഒരു എന്തോ മന്ത്രി പറയുന്ന അഡ്മിനിസ്ട്രേഷൻകാർ കേൾക്കണോ, അഡ്മിനിസ്ട്രേഷൻകാർ പറയുന്ന മന്ത്രി കേൾക്കണോ? അഡ്മിനിസ്ട്രേഷൻ ലെവൽ എന്ന് നമുക്കറിയാം, ഒരു IAS കാരനോ ഒരു IPS കാരനോ ഒക്കെ എത്രമാത്രം ജനങ്ങളുടെ ജീവിതത്തിൽ പങ്കെടുക്കുന്നുണ്ടോ നമുക്കറിയാം, അല്ലേ? എന്നാൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്തുമാത്രം പങ്കെടുക്കുന്നുണ്ട്? നമ്മളിവിടെ ചർച്ച എന്ന് പറയുന്നത് IAS പട്ടാളമോ ജോലിയോ ഒന്നും അല്ല. നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് പെന്തിക്കോസുകാരൻ രാഷ്ട്രീയമൊന്നുമല്ല. ബാബുചെറിയ ഭാഷ മെസ്സേജ് അനുസരിച്ചാണ് പെന്തിക്കോസുകാരൻ MLA ആവാമോ, MP ആവാമോ, മന്ത്രി ആവാമോ. ഇതാ സംഭവം. ഞാൻ ചോദിക്കുന്നത്, ബ്രദർ സംസാരിച്ച് വരുന്നത് ഈ രാഷ്ട്രീയത്തിൽ. ഞാൻ ചോദിക്കുന്നത്, ഈ പെന്തിക്കോസുകാർക്ക് നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഈ 4% പെന്തിക്കോസുകാർ ആരുടെ സപ്പോർട്ട് നിങ്ങൾ MLA ആവും? സാറേ, ഞാൻ ഇപ്പോഴും രാഷ്ട്രീയം എന്ന് വെച്ചാൽ കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല, സാമൂഹിക സേവനം. അതെ 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 അതല്ല വിഷയം. ഈ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്ന കാര്യത്തിലോട്ട് ഒതുങ്ങുകയല്ല, രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ചോദ്യം ആരുടെ കൂടെ നിന്ന് ചെയ്യാൻ? 2011 സെൻസസ് പ്രകാരം 4.3% ഉള്ള പെന്തക്കോസും 4.7% ഉള്ള CSI. ഓക്കെ, CSI സഭകൾക്ക് ആ സമയത്ത് അവർക്ക് ഹോസ്പിറ്റലുകളുണ്ട്, സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. 4.3% ഉള്ള അതേ കാറ്റഗറിയുള്ള നമ്മൾ പെന്തക്കോസുകാർ സമൂഹത്തിലേക്ക് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? സമൂഹ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയം ഉപയോഗിക്കാൻ പറ്റുമോ? സമൂഹ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയം വേണം നിർബന്ധം എന്താ? സമൂഹ നന്മയ്ക്ക് വേണ്ടി NGO ഉണ്ട്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് നിരവധിയുണ്ട്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. NGO നമുക്ക് സ്വന്തമായിട്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും രാഷ്ട്രീയ പാർട്ടിയുടെയോ യാതൊരു പിൻബലത്തോടും കൂടെ അല്ല വർക്ക് ചെയ്യുന്നത്. അത് ആതുര സേവനം ചെയ്യുന്നതിനും ചാരിറ്റി ചെയ്യുന്നതിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം വേണമെന്നില്ല, ഒരു ലൈസൻസ്. നമ്മുടെ ചോദ്യം തന്നെ എന്തിനാണ് രാഷ്ട്രീയം എന്ന് പറയാം. ബൈബിൾ വിഭാവനം ചെയ്യുന്നത് ഒരു ക്ഷേമരാഷ്ട്രമാണ്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സകലത്തിൻ്റെ മേലുമുള്ള അധികാരം കൊടുത്ത് നീ അതിനെ അടക്കി ഭരിക്കാൻ പറഞ്ഞു. എല്ലാം സുഭിക്ഷതയുള്ളൊരു രാഷ്ട്രമാണ് ബൈബിൾ വിഭാവനം ചെയ്തത്. അത് കലുഷിതമായി പോയി പിന്നീട് വന്ന ചരിത്രത്തിൽ. ഈ ബൈബിൾ അവസാനിക്കുന്നതും ഒരു ക്ഷേമരാഷ്ട്രത്തിലാണ്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ്. ഒരു രാഷ്ട്രം എത്രത്തോളം മെച്ചപ്പെട്ട നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും, അതിൽ ഭാഗഭാഗമാകണമെന്ന് ദൈവരാജ്യത്തിന്റെ വക്താക്കളായ എല്ലാവരും മനസ്സിലാക്കണം. ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടി സഭ മാത്രം പോരായോ? എന്തിനാണ് രാഷ്ട്രീയത്തിൽ? സഭ എന്ന് നമ്മൾ പറയുന്നെങ്കിലും അത് ദൈവരാജ്യമാണ്. സുവിശേഷം പറഞ്ഞപ്പോഴും സുവിശേഷത്തെ വിശ്വസിക്കുന്നത് ദൈവരാജ്യത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പൊ ആ ദൈവരാജ്യത്തെ പണിയുന്ന ഒരു പ്രക്രിയയാണ് രാഷ്ട്രീയം. അതാണ് പ്രത്യാശ. ദൈവരാജ്യത്തിലോട്ട് പോയിക്കോളൂ, അന്നേരം രാഷ്ട്രീയം മതി. ദൈവരാജ്യത്തിൽ ദൈവം കൊണ്ടുപോയിക്കോളൂ, അന്നേരം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ നമ്മൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ സുവിശേഷത്തിൽ യോഹന്നാൻ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു, പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിനോട് പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, നീ യഹൂദന്മാരുടെ രാജാവാണോ? അപ്പൊ പീലാത്തോസ് യേശു പറയുന്നുണ്ട്,
നിന്നോട് ഇത് നീ പറയുന്നതാണോ ഇവർ പറയുന്നത് കേട്ടിട്ട് നീ പറയുന്നോ, ഞാൻ എൻ്റെ ഒരു ഭാഷ പറയുന്നത് ആണോ ചോദിക്കുന്നത്. അപ്പം അന്നേരം പീലാത്തോസ് തിരിച്ചു പറഞ്ഞത്, ഞാൻ യഹൂദനല്ല, നിന്റെ ജനവും നിന്റെ മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ അവിടെ ജയിപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവിടെ തന്നെ അത് വിട്ടി. കർത്താവ് അവിടെ തന്നെ കട്ട് ചെയ്ത് പറഞ്ഞു, എനിക്ക് രാജ്യം, എൻ്റെ രാജ്യം ഐഹികമല്ല, ഞാൻ ഇവിടുത്തെ, എനിക്ക് അങ്ങനെ ഒരു ഐഹിക രാജ്യമായിരുന്നു, എൻ്റെ ഈ പ്രശ്നത്തിൽ എൻ്റെ ചേവർ ഇടപെടുമായിരുന്നു. ഇവിടെ അത് ദൈവരാജ്യം അവിടെ ഇല്ലയോ? അത് നിത്യതയാണ്. ഞാൻ പ്ലീസ് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഇന്നത്തെ വിഷയം പെന്തക്കോസ്ത് സഭകൾക്ക് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുവാൻ പറ്റുമോ, അതാണ് നമ്മുടെ വിഷയം. ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കണം. പെന്തക്കോസ്ത് സഭകൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയം, ഈ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി, BJP അതുപോലുള്ള രാഷ്ട്രീയത്തിൽ പഞ്ചായത്ത് മെമ്പർ, മുനിസിപ്പൽ കൗൺസിലർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പോൾ ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കണം, അതാണ് നമ്മുടെ സബ്ജക്ട്. നമ്മളിപ്പോ ചർച്ചകളിലാണ് ഈ വിഷയം മാറിയാണ് സംസാരിക്കുന്നത്. ഒരു മിനിറ്റ് നമ്മുടെ ചർച്ച ചെയ്യുന്ന വിഷയം മാറിയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ നജീബ്രത് പറഞ്ഞു പെന്തക്കോസുകാർക്ക് എന്ത് ചെയ്യാനൊക്കുമെന്ന്. ഞാൻ ചില കണക്കുകൾ മുമ്പിൽ ബോധിപ്പിക്കാം. ഇന്ത്യ മഹാരാജ്യത്ത് ഏതാണ്ട് 145 കോടിയിലധികം ആൾക്കാരുമുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികളുടെ എണ്ണം എടുത്താൽ 3 കോടി താഴെയുള്ളൂ. 2.3% ക്രിസ്ത്യാനികളുള്ളൂ. എന്നാൽ കേരളത്തിലോട്ട് വന്നേരെ 3.5 കോടി അധികം ആൾക്കാരുണ്ട്. അതിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ 2.7 കോഴ്സ് അടുത്തേ ഉള്ളൂ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ്. ക്രിസ്ത്യാനികളുടെ കണക്കെടുത്ത് 64 ലക്ഷം ക്രിസ്ത്യാനികളെ ഉള്ളൂ. അതായത് 18.4% ആണ് ക്രിസ്ത്യാനികളുടെ എണ്ണം. എന്നാൽ അതിനകത്ത് വോട്ടേഴ്സ് ഉള്ളത് 50 ലാഖിനോട് അടുത്തേ ഉള്ളൂ നമുക്ക് വോട്ടേഴ്സ് ഉള്ളത്. എന്നാൽ നമ്മുടെ പെന്തക്കോസ്തുകാരെ കണക്കെടുത്ത് 15 ലക്ഷത്തോളം അടുത്ത ആൾക്കാരേ ഉള്ളൂ പെന്തക്കോസ്തുകാർ കേരളത്തിലുണ്ട്. ഒരു അനൗദ്യോഗിക കാലത്താണ് 15 ലാഖ് 1.5% മില്യൺ ആൾക്കാര് പെന്തക്കോസ്തുകാർ ഉണ്ട്. അതിനകത്ത് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ ഏതാണ്ട് 1 മില്യൺ 10 ലക്ഷത്തോളം പെന്തക്കോസ്തുകാർക്ക് നമുക്ക് വോട്ടിംഗ് അവകാശമുണ്ട്. അതായത് ക്രിസ്ത്യാനികളുടെ വോട്ടിംഗ് നോക്കുവാണെങ്കിൽ 20% ആൾക്കാർക്ക് നമുക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. നോക്കിക്കേ, 140 നിയോജക മണ്ഡലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഒറ്റ പെന്തക്കോസ്തുകാരൻ അതിനകത്തുണ്ടോ? 20% ക്രിസ്ത്യാനികളുടെ ഇടയിൽ വോട്ടിംഗ് റേഷ്യോ ഉള്ള നമ്മൾക്ക് ഒറ്റ ആള് പോലും പെന്തക്കോസ്തുകാരായ ഒരാള് പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് പാടില്ല? നമ്മുടെ വേദികളിൽ മറ്റുള്ള രാഷ്ട്രീയക്കാരെ നമ്മൾ വിളിച്ചു വരുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരൻ എന്തുകൊണ്ട് പാടില്ല എന്നുള്ളതിന് ചില വാക്യങ്ങൾ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 6:14 നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്ക് അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരാം. അധർമ്മം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ എല്ലാ വൃത്തികേടും കാണിക്കേണ്ടി വരും. ഞാൻ അതിലേക്ക് വരാം. വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. പിന്നെ ഒരു 2 വാക്യങ്ങൾ രാഷ്ട്രീയ അധർമ്മമാണെന്നല്ലേ? റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ഈ ലോകത്തോട് അനുരൂപരാകരുത്. യാക്കോബ് 4:4 പറയുന്നു, ലോകത്തോട് സഖിത്വം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പം നമ്മളിവിടെ രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. പ്രാക്ടിക്കലി പറയുമ്പം നമുക്ക് ഇൻഫ്ലുവൻസ് വേണം. ഇൻഫ്ലുവൻസിന് വേണ്ടിയാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും ദൈവരാജ്യത്തെ മാനുഷികമായ പക്ഷെ ദൈവരാജ്യം പൗലോസ് പറയുന്നത് എന്താണ്? ദൈവരാജ്യം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല സ്ഥാപിക്കപ്പെടുന്നത്. എങ്ങനെയാണ്? ദൈവശക്തിയാലാണ് അത് വ്യാപിക്കുന്നത്. കൊല ചെയ്യുന്നവനും കൊല ചെയ്യാൻ പ്രേരണ ചെയ്യുന്നവനും ഈ കോടതിയുടെ മുമ്പില് കുറ്റക്കാരാ. അപ്പൊ നമ്മൾ ഈ ഇലക്ഷൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പാടില്ലെങ്കിൽ വോട്ട് ചെയ്യാനും പാടില്ല. See, in my opinion, churches are social institutions. So we all are living in the society. There are a lot of moral and religious values we have to fulfill. So the leaders are very essential, and the voting also essential. Nowadays, see, very few. How many are not doing the vote? If you get a chance for vote, you are doing vote, no? സാറേ,
സാറേ What സാറേ is- ഒരു what is വോട്ടിന് the രണ്ട് difference? What is അത് the difference? What is the അല്ല. difference? സർ സർ ഉണ്ട്, ഞാനൊന്ന് ഉണ്ട്. ക്ലിയർ രണ്ട് ആക്കിക്കോട്ടെ വ്യത്യാസമുണ്ട്. സർ ഞാൻ ഒന്ന് ക്ലിയർ ആക്കിക്കോട്ടെ. Everywhere you are not eligible for any of the social and ചർച്ച് ഒരു സാമൂഹിക ഘടകമാണ്. അത് മാം ഒരു വാക്ക് അല്ല, മാം ഒരു ചർച്ച് ഒരു വാക്ക് സാമൂഹിക മാം ഒരു ഘടകമാണ്. പ്ലീസ്. yeah, then you are also അതേ Excuse me, sir. everyone എല്ലാവരും community no. അപ്പൊ ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, സഭ വോട്ട് ചെയ്യാം, അതിനകത്ത് വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെടുന്നതിന്റെ ആ നന്മകൾ സാറേ തീർച്ചയായിട്ടും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതിനോ പൗരധർമ്മം അനുഷ്ഠിക്കുന്നതിനോ ഞങ്ങൾ എതിരല്ല. സ്പെക്ടറ്റോറിയൽ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നിങ്ങൾ അയക്കൂ. പക്ഷെ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യാളുകളാകേണ്ട കാര്യമുണ്ടോ? എന്തിനു പിന്നെ നമ്മൾ വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പങ്കാളിയായിട്ടല്ല. ദയവായിട്ടൊരു കാര്യം കൂടെ ദയവായിട്ട് ഒരു കാര്യം കൂടെ പാസ്റ്റർ ബാബു ചെറിയാൻ ഇവിടെ പരാമർശിച്ച കാര്യത്തിൽ തികച്ച അതൃപ്തിയും കൂടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇത്രയും നാളും പെന്തക്കോസുകാരെ പറ്റി നാട്ടുകാർ പറയുമായിരുന്നു, അല്ലാതെ പെന്തക്കോസുകാരായിട്ട് എഴുന്നേറ്റ് പെന്തക്കോസുകാരെ പറ്റി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്റെ മാവേലിക്കര നാട്ടിൽ പോലും ഇവിടെ പല മാവേലിക്കരക്കാരും ഉണ്ട്, പല നാട്ടുകാരും ഇവിടെ വരുന്നുണ്ട്. ഇത്രയും നാളും നമ്മളെ പറ്റി നല്ല സാക്ഷ്യം നാട്ടുകാർ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ സാക്ഷ്യം മൂല്യച്യുതി വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളായിട്ട് എഴുന്നേറ്റ് നമ്മളെ പറ്റി നിയമസഭയിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്റെ സുഹൃത്ത് അവിടുത്തെ MLA മാറ്റി നിർത്തണ്ട. മന്ത്രിയായ ഇദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച മന്ത്രിസഭ തുടങ്ങിയാൽ തന്നെ ഒരു അനുഗ്രഹമല്ലേ? നമുക്ക് അങ്ങോട്ട് സ്വാധീനിക്കാൻ പറ്റും. സഭയിൽ രാഷ്ട്രീയം ഉണ്ടല്ലോ, സഭയിലെ രാഷ്ട്രീയം കൊണ്ട് സഭാ രാഷ്ട്രീയമല്ല, സഭയുടെ അത് അദ്ദേഹം പറഞ്ഞു അല്ല, ഞാൻ ജോയിൽ പറഞ്ഞതിന്റെ ആദ്യം ഒരു കാര്യം പറയാം. അധർമ്മം എന്ന് പറഞ്ഞത് ഈ ലോകം സൃഷ്ടിച്ചെന്ന് പറഞ്ഞ് യേശുക്രിസ്തു വരെ നിയമത്തിന് അധീനനായി ജീവിച്ച ഒരു വ്യക്തിയായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അപ്പൊ എല്ലാം നമുക്ക് പറ്റും എന്ന് പറഞ്ഞാൽ എല്ലാം പറ്റുന്നല്ല. യേശുക്രിസ്തു ജീവിച്ചോൾ നിങ്ങളും ജീവിക്കണം, പ്രശ്നമില്ല. അതന്നെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ രാഷ്ട്രീയക്കാര് നമുക്കൊരു ആവശ്യം വന്നാൽ നമ്മൾ പഞ്ചായത്തിൽ പോകും, നമുക്കൊരു MLA ആവശ്യം വന്നാൽ നമ്മൾ മറ്റുള്ള MLA സമീപിക്കും, നമുക്കിത് വേണമെന്ന് പറയും. നമുക്ക് പിന്നെ ഒരു ആവശ്യം വന്നാൽ നമുക്കൊരാൾ വന്നാൽ എന്താ അടിച്ചു മാറ്റരുത് മാത്രമേ ഉള്ളൂ. മാതൃകയായിട്ടായിരിക്കണം രാഷ്ട്രീയം സ്വാധീനിക്കാൻ. നമുക്ക് TPM കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം നിർബന്ധ ബുദ്ധിയുള്ളത് യാതൊരു കാര്യത്തിനും പോകത്താണ്. അതിൽപ്പെട്ട ഒരാളാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി VS ജോയി. എന്തുകൊണ്ട് അവരത് അംഗീകരിച്ചു? കാരണം ഇത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി നമുക്കൊരാളുണ്ടെങ്കിൽ അത് നല്ലതാണ് എപ്പോഴും. അനുവിന് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ നിൽക്കാം, ഒരു പ്രശ്നമില്ല. ഞാൻ പറയുന്ന IPS ചർച്ച അനുവിനെ സപ്പോർട്ട് ചെയ്യലെന്നേ ഉള്ളൂ ഇലക്ഷൻ ജയിപ്പിക്കാൻ വേണ്ടി. VS ജോയിക്ക് നിൽക്കാൻ നമ്മുടെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുഴപ്പം. നിങ്ങൾ ഗോപാലകൃഷ്ണനും അബ്ദുള്ളക്കും വോട്ട് കൊടുക്കുന്നുണ്ട്, അനുവിന് വോട്ട് ചെയ്യുന്നതിന് തന്നെ കുഴപ്പം. നമ്മളൊരു സമൂഹ ജീവി, നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വിശുദ്ധിയുണ്ട്. അല്ലാത്തതിന് പെന്തക്കോസ്താൻ ഒരാൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനുണ്ട്. ഇരട്ടത്താപ്പ് കാണിക്കരുത്. ഒരഭിപ്രായത്തിൽ പോകണം, വോട്ട് ചെയ്യരുത്. നിങ്ങൾ മൗലികാവകാശം നിർവഹിക്കരുത്. ഭരണഘടന നമുക്ക് തരുന്ന ഒരു ഓഡിയൻസ് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഒന്നിന് നിങ്ങൾ സമയം ഞാൻ കുറെ പ്രാവശ്യം ചോദിച്ചു. പാസ്റ്റർ ഒരു മിനിറ്റ്, എന്തായാലും മറുപടി പറഞ്ഞേ പറ്റൂ. കാര്യം ഓവറായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് സമയം തരണം. ഒന്ന്, നമ്മുടെ കാഴ്ചപ്പാട് മാറ്റണം. ഒന്ന്, നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങി തിരിച്ചത് തെറ്റാന്ന് നിങ്ങൾ ആദ്യം പ്രൂവ് ചെയ്യണം. നിങ്ങൾ പറയണം ഈ രാഷ്ട്രീയത്തിൽ ഇപ്പം നിൽക്കാം എന്ന് പറയുന്നവർ പറയണം നമ്മുടെ പിതാക്കന്മാരുടെ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ അവര് കണ്ട ദൈവം അവരെ പിൻഗാമിയാണല്ലോ നമ്മള്, അവര് ചെയ്തത് മൊത്തം തെറ്റാന്ന് നിങ്ങൾ ക്രോസ് ചെയ്യണം. ഒന്ന് രണ്ട് അടുത്തത് പറയാം. ബാബു ചെറിയാൻ പറയുന്നത് 100% ഖേദത്തോടെ അത് കേൾക്കുവാനിടയായി. 100% തെറ്റാ. നമ്മള് ഇത് വിട്ടുതിരിഞ്ഞെങ്കിൽ പിന്നെ എന്തിന് ഇതിലോട്ട് വരുന്നു? ഞാനൊരു കാര്യം പറയാം. ഒരു കാര്യം നമ്മൾ എന്തിനാണെന്നറിയാമോ പെന്തിക്കോസുകാർ ഇപ്പൊ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്? പെന്തിക്കോസി വന്ന് 10 പുത്തനായ ഉടനെ ഇതിലുള്ളവരെക്കാൾ ഇച്ചിരി പുത്തൻ എന്റെ കയ്യിൽ നിന്നുണ്ടെന്ന് തോന്നിയപ്പോൾ അവൻ സഭാ രാഷ്ട്രീയത്തിൽ വന്നു. അവൻ സഭാ രാഷ്ട്രീയത്തിൽ വന്നോണ്ടേ അവൻ പിന്നെ സമൂഹ രാഷ്ട്രീയത്തിലോട്ട് പോയി.
അതേ ഉള്ളു വ്യത്യാസം. അതായത് നിനക്ക് ജീവിക്കാൻ വയ്യാത്തതിന് നീ മറ്റുള്ളവനെ കൂട്ടുപിടിച്ച് മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുന്നു. യേശു പറഞ്ഞിട്ടുണ്ട്, ഒരു രൂപ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് കൈസർക്കുള്ളത് കൈസർക്ക്, സീസർക്കുള്ളത് സീസർക്ക്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പം പഞ്ചായത്ത് ആവശ്യമാണ്, നമുക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആവശ്യമാണ്, പൈസ കൊടുക്കുന്ന ആവശ്യമാണ്, ഇലക്ഷൻ ആവശ്യമാണ്, നല്ല ആൾക്കാരെ തെരഞ്ഞെടുക്കും എന്നും പറഞ്ഞ് നാളെ ഞാൻ കള്ള് ഷാപ്പിൽ പോയി ചേഞ്ച് മാറുന്ന കാര്യമില്ല. എനിക്ക് റേഷൻ കടയുണ്ട്, പലചരക്ക് കടയുണ്ട്, കള്ള് ഷാപ്പിലെ ഞാൻ പോയി ചേഞ്ച് മാറുന്നുണ്ടെങ്കിൽ തെറ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു കാര്യം ശ്രദ്ധിക്കണം പ്ലീസ്. ഈ വാക്യമുണ്ടോ? ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ആരംഭത്തിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് രണ്ടുപേരുടെ പേര് ഇട്ടതാണ്. അതായത് അവരുടെ പേര് പരാമർശിക്കരുത്. പാസ്റ്റർ ബാബു ചെറിയാന്റെയോ TD ബാബു പാസ്റ്ററുടെയോ അവരുടെ പേര് പരാമർശിക്കരുത്. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ജസ്റ്റ് എന്നുള്ളത് മാത്രമേ. നമ്മുടെ പിതാക്കന്മാർ ജീൻസ് പാന്റ് വിട്ടിട്ടില്ല, മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല, മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. എന്റെ അഭിപ്രായം ഇപ്പൊ ഭിന്നിച്ചാൻ പറഞ്ഞ കാര്യത്തില് നവോത്ഥാനങ്ങളിൽ കൂടിയാണ് ആദിമസഭയായാലും സമൂഹമായാലും ഇപ്പം നമ്മൾ ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പഴയകാല പിതാക്കന്മാരുടെ അവരുടെ അറിവുകൾ വെച്ചിട്ട് ആ ഒരു സമയത്ത് അനുഷ്ഠിച്ചിരുന്ന ആചാരങ്ങൾ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പിന്തുടർന്നിരുന്നതായ കാര്യങ്ങളാണ് നമ്മളിപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സമൂഹവും അതുപോലെ തന്നെ ലോകത്തിൻ്റെതായിട്ടുള്ള ഗതിവിഗതികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പം ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് ഏറ്റവും നല്ല ഇടപെടലുകൾ നടത്താൻ പറ്റുന്നത് രാഷ്ട്രീയ പ്രവേശനം മാത്രമാണ്. അതിൽ നിന്നുകൊണ്ട് നമുക്ക് സമൂഹത്തെയും നമ്മുടെ സമൂഹത്തിനെ ഉദ്ധരിക്കാനാണെങ്കിൽ നമ്മുടെ ചെയ്യാൻ പറ്റും. അതെ അതെ, പഴയ നിയമകാലത്തും രാജ്യവും രാജാക്കന്മാരും ഉണ്ടായിരുന്നു. മനു പറഞ്ഞത് രാഷ്ട്രത്തിന് അപ്ഡേറ്റ്സ് ഉണ്ടാകും, അതിന് അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ നമ്മുടെ ഭരണഘടന പലവട്ടം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നോ പ്രോബ്ലം. പക്ഷേ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമോ, അന്ന് പഴയ ബൈബിൾ തന്നെ മതി, ഇപ്പോഴും അതുപോലെ അത് എഴുതിയേക്കുന്നത്, അതിനകത്തൊരു അപ്ഡേഷൻ ആവശ്യമില്ല. ഞാൻ പറയട്ടെ, കാലഘട്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ കാലഘട്ടപ്പെടുകയില്ല. നമ്മുടെ ഈ ഭരണഘടന പ്രശ്നം എന്ന് പറയുമോ, ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരുമ്പോൾ അല്ലെ പല ഇപ്പം ഹോമോസെക്സ് ഇതൊക്കെ അനുസരിച്ച് ഭരണഘടന മാറ്റണം. ഇങ്ങനെ ഒരു പ്രശ്നം വേദപുസ്തകത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യതിയാനം വരുത്താനല്ല പറയുന്നത്. സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ വാദം ഇതാണ്, സഭ ബൈബിൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് സഭ നമ്മൾ ഇറങ്ങിയ പിതാക്കന്മാരുടെ പാദമതി എന്നുള്ളതല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ജോസഫിനെ പ്ലീസ് അപ്പൊ ഇവിടുത്തെ ചിന്ത എന്താണെന്നറിയാമോ? പിതാക്കന്മാരുടെ പാദമതി, അത് ഓക്കെ. ഈ നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ അവരാ യാക്കോബേന്ന് മർത്തോമെന്ന് പറഞ്ഞത്തില്ലായിരുന്നു അല്ലേ? ഇപ്പൊ കുറെ കൂടെ സത്യം കണ്ടു, എൻഹാൻസ്ഡ് ആയിട്ട് വന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പിതാക്കന്മാർ അന്നത്തെ സാഹചര്യത്തിൽ അതായിരുന്നു വേണ്ടുന്നത്. വളരുന്ന സമയത്ത് സഭ സ്പിരിച്വൽ മൂവ്മെന്റ് ആയിരുന്നു. ഇന്ന് അതൊരു രാഷ്ട്രീയം കൂടെ വേണം, ഒരു ഇൻഫ്ലുവൻസിങ് ഘടകമായി നമ്മുടെ രാജ്യത്ത് വരുന്നു, അല്ലെ വരണോ? ഈ ചിന്തയാണ് നമ്മൾ നടക്കുന്നത്. ആർക്കാ പറഞ്ഞു സാറേ, കർത്താവിന്റെ കൽപ്പന എന്തോ നമ്മള് ഇപ്പം നെജി ബ്രദർ പറഞ്ഞ പോലെ നമ്മുടെ ഫോക്കസ്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ത്യയിൽ നിന്ന് ഒരു റെയിൽ പാളം സ്റ്റാർട്ട് ചെയ്യുക, ഒന്ന് പോകുന്നത് ഈസ്റ്റ് തെക്കേ അറ്റം ഈ കൊൽക്കത്തയിലേക്കാണ്, മറ്റൊന്ന് പോകുന്നത് ബോംബെയിലേക്കാണ്, വെസ്റ്റ് കോർണർ. ഈ രണ്ട് ട്രെയിൻ പാളങ്ങളും ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു വിരലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് തോന്നും വളരെ ഛേദമില്ലാത്തൊരു തെറ്റാണല്ലോ, അല്ല തെറ്റേ അല്ലല്ലോ, എന്താണ് ഒരു മിസ്റ്റേക്ക്, ഈ നമ്മൾ ഈ പൊളിറ്റിക്സിലേക്ക് കയറുന്നതിനകത്ത് എന്താ മിസ്റ്റേക്ക്, ചെറിയൊരു ഡിസിഷൻ അല്ലേ? പക്ഷേ നമ്മൾ ചെന്നെത്തുന്നത് എവിടെയാണെന്ന് നമുക്ക് ഉത്തമമായ ബോധ്യം വേണം. വേർ ആർ വി ഹെഡിങ് ടു? നമ്മൾ എങ്ങോട്ടാണ്, നമ്മുടെ ഗോൾ, നമ്മുടെ ലക്ഷ്യം എന്താണ്? യേശു കർത്താവ് നമുക്ക് തന്ന കൽപ്പന, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല ജാതികളോട് സുവിശേഷം അറിയിച്ച് അവരെ ശിഷ്യരാക്കിക്കൊള്ളുവാനാണ് പറഞ്ഞത്. രാഷ്ട്രീയം സുവിശേഷമല്ല, രാഷ്ട്രീയത്തിൽ കയറി നമുക്ക് സുവിശേഷമല്ല, അത് പ്രാക്ടിക്കൽ ഡൊമൈനാണ്. രാജുകൾ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമ്മൾ എല്ലാ കഴിവും നമുക്ക് വരുന്നവരെ ഉപയോഗിക്കാനാണെങ്കിൽ സഭയിൽ ഒരു ഗുസ്തിക്കാരൻ ഉപയോഗിക്കാൻ പറ്റാത്തോണ്ടാണ് ഞാൻ പറഞ്ഞ അവർക്ക് അവസരം കൊടുക്കാൻ, മൊത്തം ഗുസ്തിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റാത്തോണ്ട് അവസരം കൊടുക്കാൻ പറഞ്ഞേ, അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ പോകണമെന്ന് എല്ലാ കഴിവും ഉപയോഗിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ വിഷയം, ഇവിടെ ഒരു മന്ത്രിയില്ല, നമുക്കൊരു MLA ഇല്ലെന്ന് പറഞ്ഞു. എനിക്കും ആ കാര്യത്തിൽ വിഷമമുണ്ട്. കാരണം നമ്മുടെ പല മഹായോഗങ്ങളിലും ഇപ്പോൾ നമ്മൾ ആളിനെ വിളിച്ച് ഗസ്റ്റായിട്ട് വിളിക്കുക. ചിലപ്പോൾ അവരുടെ പ്രസംഗം കേട്ടിട്ട് ഞാൻ അങ്ങ് കുളിരണിഞ്ഞെന്ന് വലിയ പ്രവാചകന്മാർ പോലും പറയാറുണ്ട് ഈ രാഷ്ട്രീയക്കാരുടെ. അങ്ങനെയാണെങ്കിൽ
നമ്മളിൽ ഒരു MLA ഒരു മന്ത്രിയൊക്കെ വരികയാണെങ്കിൽ അവരെ ഗസ്റ്റായിട്ടും വിളിക്കാം, അതുപോലെ കൺവെൻഷൻ പ്രസംഗവും അവരെ തന്നെ ഏൽപ്പിക്കാം. എനിക്ക് ഒരു മിനിറ്റ്. ബഹുമാനപ്പെട്ട മന്ത്രി കടന്നു വന്നിട്ടുണ്ട്. മന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് ദൈവവചനത്തിൽ 1 മണിക്കൂർ സംസാരിക്കുന്നതായിരിക്കും. എല്ലാവരും കടന്നു വന്ന് സൗഖ്യം പ്രാപിക്കാൻ പറഞ്ഞാൽ മന്ത്രിക്ക് അത് മന്ത്രിയെയും കൊണ്ട് നമുക്ക് 2 ഉപയോഗമുണ്ട്. അത് ഇന്നത്തെ ആൾക്കാർക്ക് സമൂഹത്തിൽ വരേണ്ടതിന് ഇവര്, അതായത് നമ്മുടെ രാഷ്ട്രീയം കളിക്കേണ്ടവര് സ്റ്റേജ് കയറ്റിയിരുത്തവരെ. എത്ര മന്ത്രിമാര് പ്രസംഗിച്ചിട്ടാ സഭ ഇത്രയും വളർന്നത്? എത്ര മന്ത്രിമാര് പ്രസംഗിച്ചിട്ടാ സഭ ഇത്രയും വളർന്നത്? എനിക്ക് പറയാം. ഇവിടെ കേട്ടോ, ഒരാൾ മൈക്കിൽ നിൽക്കാണ്. പ്ലീസ് ഒരു കാര്യം പറയാനുള്ളത്. പൗലോസിനെ പിന്നെ തടവറയിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് റോമ പൗരത്വമുണ്ട്. പൗലോസ് തന്റെ പൊളിറ്റിക്കൽ അതോറിറ്റി ഉപയോഗിച്ചു. ഒന്നുകൂടെ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചിട്ട് അവിടുന്ന് അവകാശമായി ചെന്നത് മന്ത്രിയാണ്. തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന അവകാശം യേശുവിന്റെ കല്ലറയ്ക്ക് അവകാശം ഒരു മന്ത്രിയാണ്. ഒരു കാര്യം രാഷ്ട്രീയ അധർമ്മമാണെന്ന് പറഞ്ഞു. എന്ത് ഡെഫിനിഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്? രാഷ്ട്രീയത്തിൽ മലിനതയുണ്ട്. പറഞ്ഞാട്ടെ ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. ഈ രാഷ്ട്രീയം വ്യത്യാസമാണ്, പൗരാവകാശം വ്യത്യാസമാണ്. രണ്ടും രണ്ടാണ്. ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാൻ താമസിക്കുന്ന UAE-ലാണ്. ഞാനിവിടെ തെളിയിക്കേണ്ടത് ഞാൻ ഇന്ത്യക്കാരനെന്ന് തെളിയിക്കേണ്ടത്. പക്ഷേ അത് ഒരു പൗരധർമ്മമാണ്. എന്റെ സിറ്റിസൺഷിപ്പ് UAE അല്ല, എന്റെ സിറ്റിസൺഷിപ്പ് ഫ്രം ഇന്ത്യ. ഐ ആം എൻ ഇന്ത്യൻ. എന്നാൽ അത് അവിടെ തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു. അതുകൊണ്ട് അത് രാഷ്ട്രവുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മുടെ അവകാശങ്ങൾ പറയാൻ ഒരു പ്രതിനിധി നിയമസഭയിൽ പോകുന്നതോ രാജ്യസഭയിൽ പോകുന്നതോ എന്തുകൊണ്ടാ തെറ്റ്? എന്താ തെറ്റ്? നമ്മൾ മറ്റുള്ള നമ്മുടെ കാര്യം പറയാൻ വേണ്ടി പിന്നെ ഇനി വേറൊരു കാര്യം, ഒരു MLA MPO വരുന്നത് അവരുടെ കമ്മിറ്റിയുണ്ട്. പിതാക്കന്മാരിറങ്ങിയെന്ന് പറഞ്ഞ് പിതാക്കന്മാരിറങ്ങിയത് ഞാൻ പറയാം. പിതാക്കന്മാർ അന്നിറങ്ങിയ എന്നോട് ഒരു വല്യപ്പച്ചൻ പറഞ്ഞ ഫീത്തോമിന്റെ ഹോളി പിന്നെ മിറ്റത്ത് പന്ത് കളിച്ചാൽ തീമഴ പെയ്യുമെന്ന്. ഇന്ന് ആ പറയുന്ന തലമുറ വന്നപ്പം ഫുട്ബോളിന് വിടുന്നില്ല ആൾക്കാരെ. ഓരോ കാലഘട്ടം അനുസരിച്ച് മാറും, എല്ലാം മാറും. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ലേ? നിങ്ങൾ അങ്ങനെയുള്ള സാമൂഹിക, നിങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ആയിരുന്നില്ലേ? ഒരു മദ്യപാനി ഒരു സഭയുടെ ബാക്കിലോട്ട് മാറ്റി ഇരുത്തുമെങ്കിലും ഒരു മദ്യപാനിയെ പഴയ നിയമ ഭക്തന്മാര് വേർപാടും വിശുദ്ധിയും പ്രാപിച്ച് ലോകത്ത് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ കടന്നുപോയി കഷ്ടതയും ഉപദ്രവവും പട്ടിണിയും എല്ലാം അനുഭവിച്ച് കാലഘട്ടത്തിൽ ജീവിച്ച പഴയ നിയമ ഭക്തന്മാർ അവർ കഷ്ടതയും പട്ടിണിയും ഉപദ്രവവും എല്ലാം സഹിച്ച് കർത്താവിന്റെ വചനവുമായിട്ട് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ കടന്നുപോയി. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നു. ആ രാഷ്ട്രത്തിലെ നാനാഭാഗങ്ങളിൽ ഇന്ത്യയുടെ എല്ലാ കോണുകളിലും കടന്നുപോയി കർത്താവിന്റെ വചനവുമായി കഷ്ടത അനുഭവിച്ച് വേർപാടും അനുഭവിച്ച് വേല ചെയ്ത അനേക ദൈവമക്കളെ വിശ്വാസത്തിലേക്ക് ദൈവകൃപയിലേക്ക് ഞാൻ പറയുന്നത് കടന്നു വന്നതിന് ശേഷം ഈ ഇത്രയും കാലം ഒരു വ്യക്തി ജീവിതങ്ങൾ പോലും രാഷ്ട്രീയത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതെ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ ഈ പാർട്ടിയിൽ ഇറങ്ങി പാർട്ടിക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരില് സഭയിൽ നിന്ന് 3 മാസം തിരുത്തിയിരുത്തിയ ശരിയായിരുന്നു. എന്റെ ആശയം പറയാൻ ഒരു അവസരം തരൂ. ഈ രീതിയിൽ പെന്തക്കോസ്തുകാർ 100% പെന്തക്കോസ്തുകാർ ദൈവത്തെ മുഴുവൻ പേരും മണിപ്പൂരിൽ നമ്മുടെ സഹോദരിമാർ അപമാനിക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ലോക്സഭയുടെ ശബ്ദം എവിടെയായിരുന്നു? ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ എവിടെയായിരുന്നു ഭരണവർഗത്തിന്റെ സംസാരം? നിങ്ങൾ പറഞ്ഞ വടക്കേ ഇന്ത്യയിൽ പോയിട്ട് ആത്മാക്കളെ നിത്യത കൊണ്ടുവന്നിട്ട് നമ്മുടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല പീഡിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല പീഡിക്കപ്പെട്ടിട്ടുള്ളത്. എവിടെയായിരുന്നു ലോക്സഭയിൽ നമ്മുടെ പ്രതിനിധി ഉണ്ടായിരുന്നു? വളർന്നു വന്നിട്ടേ ഉള്ളൂ. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും
ദൈവമക്കൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെല്ലാം ദൈവസഭ വളർന്നു വന്നിട്ടുണ്ട്. പെന്തക്കോസ്തുകാർ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചാൽ 100% ആരാധിക്കാൻ ദൈവമക്കൾ കാണുകയില്ല. പെന്തക്കോസ്ത് രാഷ്ട്രീയമേ വളർന്നു വരികയുള്ളൂ എന്ന് എന്റെ സഭ രാഷ്ട്രീയത്തിലേക്ക് സഭയ്ക്ക് രാഷ്ട്രീയം ഇവിടെ ഓഡിയൻസിന്റെ നിന്ന് ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് പെന്തിക്കോസിന്റെ ആരംഭകാലത്ത് IPCയുടെ ആരംഭകാലത്ത് നമുക്ക് ആന്ധ്രാപ്രദേശത്തിൽ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം അതുകൊണ്ടാണ് IPC പോയി. ആ കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് IPC രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സഹായിച്ചു ഉണ്ടായിരുന്നു. പക്ഷേ പിന്നത്തേതിൽ ഭാവിയിൽ വന്നപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നു. അത് നമുക്കറിയാം, സഭാ രാഷ്ട്രീയത്തിൽ സെന്റർ ഹോള് പോലും ഒരു കേന്ദ്രമന്ത്രിയുടെ ഇൻഫ്ലുവൻസിലാണ്. ഡോക്ടർ വിൽസൺ ജോസഫിന്റെ സഹോദരൻ മൈനോറിറ്റി കമ്മീഷൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണ്. ആ മിനിമം കാര്യമെങ്കിലും ഓർത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു വിഷയം കൂടെ, അപ്പോൾ തന്നെ അതിന്റെ പിന്തുടർച്ചയായിട്ട് അതിനുശേഷം ധാരാളം ഒരാളുകളും അതുപോലെ ഒരു മന്ത്രിമാരായിട്ട് എഴുന്നേറ്റ് വരാൻ വേണ്ടി പിതാക്കന്മാരും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല, ആരും വന്നിട്ടുമില്ല. ഈ വിഷയമായി എന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോട്ടെ. 7 മാസം മുമ്പ് നമ്മുടെ വൈൻഡിംഗ് സെഷനിലേക്ക് പോവാണ്. വൈൻഡിംഗ് അപ്പ് സെഷനിലേക്ക് പോവാണ്. താമസവിന ജഡ്ജസിന്റെ റിപ്പോർട്ടിലേക്ക് പോവാണ്. 7 മാസം മുമ്പ് ഛത്തീസ്ഗഡില് വന്ദന ഫ്രാൻസിസും പ്രീതി മേരി എന്ന 2 കന്യാസ്ത്രീകൾ NIA കോടതിയെ അറസ്റ്റ് ചെയ്തു ആണല്ലോ. അതിനു മുമ്പായിട്ട് നമ്മുടെ ജോസ് പാപ്പത്തിന് IPC ഒരു പെന്തക്കോസ് ദൈവദാസനെയും അദ്ദേഹത്തിന്റെ വൈഫിനെയുമാണ് അറസ്റ്റ് ചെയ്തു. 9 മാസം അവര് UP ജയിലിൽ കിടന്നു. എന്നാൽ ഈ പറഞ്ഞ 2 കന്യാസ്ത്രീകൾ NIA കോടതി അറസ്റ്റ് ചെയ്തത് വെറും 9 ദിവസമേ കിടന്നുള്ളൂ. ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ, അവരെ ഇറക്കാൻ വേണ്ടി എത്ര പേര് അവിടെ ചെന്നു? നമ്മുടെ മുൻപ് MP-മാരും MLA-മാരും 543 MP-മാരുള്ള നമ്മുടെ പാർലമെന്റിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും ഉണ്ടല്ലോ. മുമ്പ് പറഞ്ഞു വർഷിസറിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ മൈനോറിറ്റി കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡിന്റെ ഒരു കേന്ദ്ര അംഗം ഇവിടെ വന്നപ്പോൾ ഇങ്ങനൊരു സ്ഥാപനത്തിന്റെ ക്യാബിനറ്റ് മൈനോറിറ്റി കമ്മീഷൻ അങ്ങനെ കേന്ദ്ര ക്യാബിനറ്റ് പദവി അവർക്ക് ശുപാർശ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഡിസിഷൻ എടുക്കുന്ന ക്യാബിനറ്റ് നമ്മുടെ മിനിസ്റ്റേഴ്സ് ആണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഒരു മൈനോറിറ്റി കമ്മീഷൻ അംഗത്തിന് ഇത്രയും ചെയ്യാൻ ഒക്കുവാണെങ്കിൽ ഒരു കേന്ദ്ര പദവിയിലേക്ക് വന്നാൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ പദവി ഒരു ഉത്തരം പറഞ്ഞോട്ടെ. ഞാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാലസ്തീനിൽ യേശു ക്രിസ്തു വന്ന് 34 വർഷം അവിടെ ജീവിച്ചു എടുത്തു. യേശു ക്രിസ്തുവിനെ അവസാനം എന്ത് ചെയ്തു? രാജ്യദ്രോഹ കുറ്റത്തിന് ക്രൂശിച്ചു. ആകെ മുഖവന്മാരായ 10-12 പേരെ അവരോടുള്ളായിരുന്നു. ഇവന്മാരെല്ലാം തിരിഞ്ഞു പോയി. നിങ്ങൾ എന്താ വിചാരിച്ചാൽ അവിടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് ഈ സഭ ഇന്ന് വരെ ആയെന്ന് വെച്ചിരിക്കുന്നത്? ഇവർ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടല്ല സഭ വലുതായത്. 12 മുഖ്യന്മാർ തിരിച്ചു പോയതാ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, യേശുവിന്റെ സഭ വളർന്നത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടല്ല. അതിന് മാത്രം മറുപടി പറയാം. ചർച്ച ഒത്തിരി അതിന് മാത്രം മറുപടി പറയാം. സഭ വളർന്നത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടല്ല. അതിന് മാത്രം മറുപടി പറ. അതിന് മാത്രം ഉണ്ടോ മറുപടി? ഒരു കാര്യം കൂടെ പറയാം. സഭ വളർന്നത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടല്ല. പക്ഷെ എന്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ എങ്ങനെയും കൈകാര്യം ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് നല്ലതാണെന്നാ പറഞ്ഞത്. സഭയെ വളർച്ച ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. സഭയുടെ സമാധാനത്തിന് അവരെ തൽക്കാലം അങ്ങോട്ട് മാറ്റി നിർത്തുന്നത് സഭാ സമാധാനത്തിന് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് കഴിവുകേടുള്ളവനാണെന്ന് പറയേണ്ടി വരും. കാര്യം പറയട്ടെ, നമ്മുടെ കർത്താവ് സർവശക്തനാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറയട്ടെ, പഴയ നിയമത്തിലെ യോസഫ് ആരായിരുന്നു? ദാനിയേൽ ആരായിരുന്നു? അവരെല്ലാം ഓരോ പദവി വഹിച്ചവരാണ്. പഴയ നിയമമല്ല, അവരാരും പാർട്ടികളുടെ പ്രസ്ഥാനത്തിൽ നിന്നിട്ടൊന്നുമല്ല. ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, നമ്മൾ സംസാരിക്കുന്ന കേരള രാഷ്ട്രീയത്തെ കുറിച്ച്, അത് പാലസ്തീനിൽ ബൈബിളിനെ കൂട്ടി വെച്ചോണ്ട് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് സെന്റിമെന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ പ്രതിനിധി ആയേ പറ്റൂ. അത് മാതൃകയായിട്ടുള്ള ആളായിരിക്കണം. ഒരു കാര്യം ഈ എബിസാർ പറഞ്ഞ ഒരു കാര്യം മണിപ്പൂർ വിഷയം വളരെ സെൻസിറ്റീവ്. മണിപ്പൂർ വിഷയം വളരെ
സെൻസിറ്റീവായ കാര്യം നമ്മളെല്ലാം വേദനിപ്പിച്ച ഒരു വിഷയമാണ്. നമ്മുടെ സഹോദരിമാരെ പീഡിപ്പിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊന്നു. അതിന് രാഷ്ട്രീയ ഇടപെടൽ വേണോ വേണ്ടയോ എന്നുള്ളത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാനൊരു കാര്യം രജു ബ്രദർ പറഞ്ഞ പോലെ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. നമ്മൾ പീലാത്തോസിനോട് എന്നിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുമോ? യോഹന്നാന് മാർട്ടിർഡം പ്രാപിച്ചു, പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു, യാക്കോബിനെ തലവെട്ടിക്കൊന്നു. നമ്മൾ രക്തത്തിന്റെ പാതയാണ്, പെന്തക്കോസിന്റെ പാത ചോര യോഹന്നാന്റെ ലേഖനത്തില് ആദ്യം എഴുതിയിരിക്കുന്ന ആ മണിപ്പൂർ നാളെ കേരളത്തിൽ വരത്തില്ലെന്നുണ്ടോ? മണിപ്പൂരിൽ 78% ക്രിസ്ത്യാനി ഉണ്ടായിരുന്ന സ്ഥലത്താണ് നടന്നത്. നാളെ കേരളത്തിൽ വരത്തില്ല. തൽക്കാലം നിർത്തുകയാണ്, സംസാരം നിർത്തുകയാണ്. നമ്മൾ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് മനസ്സിലായി, രാഷ്ട്രീയം വേണം, രാഷ്ട്രീയം വേണ്ട, രണ്ടുപേരും ശക്തന്മാരാണ്. ഇതുവരെ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റിയില്ല. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് തരാം. സാറേ കേട്ടു, കണ്ണുനീരോടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. രാഷ്ട്രീയം വേണ്ട. നമ്മൾ സുവിശേഷം അറിയിച്ച ഒരു രാഷ്ട്രം മുഴുവൻ ദൈവത്തെ അറിഞ്ഞാല് ആ രാഷ്ട്രത്തിന്റെ ഭരണം നടത്താൻ നമ്മുടെ സ്വാധീനം കൊണ്ട് ജനങ്ങൾ മാനസാന്തരപ്പെട്ടല്ലേ? രാജ്യത്തിന്റെ ഭരണം എങ്ങനെ ഇതിനകത്തൊന്നും സെന്റിമെന്റ്സ് പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്കൊരു പ്രതിനിധി വേണം. അത് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ, അല്ല അത് മാതൃകയായിട്ട് ഇരിക്കണമെന്ന് മാത്രമല്ല. അല്ലാതെ പിതാക്കന്മാര് വടക്കേ ഇന്ത്യ പോയി പ്രവർത്തിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ആ കാലമൊന്നും അല്ല ഈ കാലം. അന്നുള്ള ന്യൂനപക്ഷ കമ്മീഷണറായിരുന്ന ജോൺ ജോസഫ് കാര്യം പറഞ്ഞായിരുന്നു. അതൊരു ന്യൂനപക്ഷ കമ്മീഷനാട്ടെ, എല്ലാ ക്രിസ്ത്യൻസിന്റെയും പ്രതിനിധിയായിട്ട് അത് തെരഞ്ഞെടുത്തത്. ഇവരെല്ലാം നമ്മൾ അവരുടെ ഫീൽഡ് വിട്ടിട്ട് വന്നതാ. അതിലൊന്ന് ജെ വി പീറ്റർ. തമിഴ് നല്ല സംവിധായകനായിരുന്നു. അദ്ദേഹം വിട്ടുവന്ന് നമ്മുടെ ഇതില് ഇതിനകത്ത് ജനിച്ചു പിന്നെ സിനിമയ്ക്ക് പോയോ? ഇല്ലില്ല. ഞാൻ ഇപ്പൊ ഇവിടെ ഉള്ളവര് സമൂഹത്തിൽ ഒന്നും ആകാൻ പറ്റാതെ ബന്ധുക്കോസി വന്നപ്പോ എന്തൊക്കെയോ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്നു. ആദ്യം സഭയെ രാഷ്ട്രീയം കളിക്കുന്നു, അത് കഴിയുമ്പോൾ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയം കളിക്കുന്നു. ഇത്രയുള്ള ഒരു കാര്യം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദൈവദാസന്മാർ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1 ദൈവസഭകളിൽ പറഞ്ഞു പ്രസംഗിച്ച് വിവേചിച്ച് തന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒന്ന് വാക്യം പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞു. അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവരെ പുകഴ്ത്തി. വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അങ്ങനെ ബുദ്ധിയോടെ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇല്ലാതെയാകുമ്പോൾ അവർ നിങ്ങളെ നിത്യ കൂടാരത്തിൽ ചേർത്ത് കൊള്ളുവാൻ. പ്രവർത്തിക്കണം. ചർച്ച ജഡ്ജസിലേക്ക് വിടാൻ തുടങ്ങിയാണ്. അവസാനത്തെ ഒരു മിനിറ്റ് തരാം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് ഒരു മിനിറ്റ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് ഇവിടെ ഉണ്ട്. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റുള്ളിൽ കൺക്ലൂഡ്. ഇത്രയും കാര്യങ്ങളെ ഒരു മിനിറ്റ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കും. നിങ്ങളെല്ലാം ഈ രാഷ്ട്രീയം വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു സഭ, ഒരു കൊച്ചു IPC ചർച്ച്, അവിടെ ഒരു ഈ സുവിശേഷ വിരോധികളൊന്ന് ആക്രമിച്ചു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഇനിഷ്യലി നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യും. അതിനെന്ത് നമ്മൾ പ്രാർത്ഥിക്കും. ദൈവം പ്രവർത്തിച്ചാൽ നല്ലത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ അളിയൻ അവിടുത്തെ ഒരു കളക്ടറാണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം തന്നെ, എടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നീ കൈകാര്യം ചെയ്യണമെന്ന് പറയും. ഇല്ലയോ? അപ്പൊ അവനെന്ത് നോബിൾ ആക്ഷൻ എടുത്തേക്കെന്ന് പറയും. അല്ലേ? അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം വേറെ ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യും? അളിയാ ഇവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം പൂർണ്ണമായിട്ട് മാറും. രാഷ്ട്രീയം ദൈവാശ്രയം കുറയ്ക്കുമെന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഒരു കാര്യം
ഒരു കാര്യം ഇപ്പൊ അഡ്വക്കേറ്റ് നജീം പാസ്റ്റർ റബീം പറഞ്ഞ വിഷയങ്ങളിൽ ദൈവസഭയ്ക്ക് സുരക്ഷയുടെ വിഷയമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ, നമ്മുടെ ഈ മന്ത്രിമാരോ ഇവരൊക്കെ നമ്മുടെ യോഗങ്ങളിൽ വരികയാണെങ്കിൽ ഇവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇവര് വെളിയിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷ വിരോധികൾക്കെതിരെ ഇവർക്ക് നമുക്കൊരു പ്രൊട്ടക്ഷനും ആകും, പ്രസംഗവും നടക്കും, പോലീസുകാർ വെളിയിലും ഉണ്ടാകും. കൈകാര്യം ചെയ്യാൻ ഇവർ ഉപയോഗിക്കാം. മന്ത്രിമാരെയും മറ്റുള്ളവരെയും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെയും നമ്മുടെ കൺവെൻഷനിലേക്ക് ക്ഷണിക്കുകയും അവരെ പ്രസംഗിക്കാൻ അനുവദിക്കുകയും ചെയ്യണമെന്ന് നമ്മൾ ആരംഭത്തിൽ തന്നെ നമ്മൾ വേർപെട്ടവരെന്നല്ലെങ്കിൽ വേർപാടുകാരെന്നല്ലെങ്കിൽ വേർപെട്ട വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളതിൽ ഒന്നും ആശ്രയം വയ്ക്കാത്ത നമ്മൾ എന്തിന് ഈ രാഷ്ട്രീയക്കാരെ വിളിച്ച് പ്രസംഗിപ്പിക്കുന്നു? രാഷ്ട്രീയക്കാരെ നമ്മൾ വിളിക്കുന്നതല്ല, അവർ നമ്മുടെ അടുക്കൽ വരുന്നതാണ്. അവർക്ക് നമ്മളെ ആവശ്യമുണ്ട്. ചോദ്യം നമുക്ക് അവരെ ആവശ്യമുണ്ടോ? അടുത്ത ചോദ്യം ഇപ്പൊ നമുക്ക് ആവശ്യമുണ്ടോ? അതിനുശേഷം അങ്ങനെ അത് അനുവദിക്കരുതായിരുന്നു. സംരക്ഷിച്ചത് ശരി. പിന്നെ അതിനുശേഷം ഇല്ല അദ്ദേഹം പറയാൻ സാധു സിംഗിന്റെ ബുക്ക് വായിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം വടക്കേനിയിൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അനേക വ്യക്തി ജീവിതങ്ങൾ അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ കാത്തു സൂക്ഷിച്ച ദൂതന്മാരാണ്. അവർക്ക് അടുക്കുവാൻ കഴിഞ്ഞില്ല ആ സമയങ്ങളിൽ. അത് പഠിക്കണം. നമ്മുടെ രാഷ്ട്രീയക്കാരല്ല നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ദൈവജനം, നമ്മുടെ ദൈവസഭ വളർന്നത് നിങ്ങൾക്ക് പഞ്ചായത്തിൽ ഒരു ആവശ്യമുണ്ട്. അതിലാണ് പ്രതിനിധികളെ ആക്കിയാക്കുന്നത്. എല്ലായിടത്തും ദൂതന്മാരൊന്നും ഇറങ്ങി വരത്തില്ല. എല്ലായിടത്തും ദൂതന്മാരൊന്നും ഇറങ്ങി വരത്തില്ല. അതൊക്കെ ചുരുക്കമാ. എല്ലായിടത്തും ദൂതന്മാരൊന്നും ഇറങ്ങി വരത്തില്ല. ഒരു പഞ്ചായത്തിൽ ഒരു ആവശ്യം പറയണേ, അത് പ്രതിനിധികളാണ്. അല്ല കൂടുതൽ സെന്റിമെന്റ്സ് ആക്കിയിട്ടൊന്നും കാര്യമില്ല. ഗ്ലോബൽ മീഡിയയുടെ ടോമിൻ തച്ചങ്കരി ഇവിടെ ഗ്ലോബൽ മീഡിയക്കകത്ത് ഒരു IPC ഓഫീസർ ഫ്രണ്ടിൽ വന്ന് എന്ന് പറഞ്ഞ കാര്യം എന്തോന്നറിയാമോ? ഞാൻ ആദ്യം നേരോട് നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചു, പക്ഷേ എന്നെ കൊണ്ട് സാധിച്ചില്ല. ഒരു IPS ഓഫീസറുകാരൻ അത് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരനായി നിലനിൽക്കുന്ന ബന്ധുക്കോസുകാരൻ ഏത് മറയ്ക്കും. ആരോപണം നേരിട്ട വ്യക്തിയാണെന്നറിയോ നിങ്ങൾക്ക്? അറിയോ? അങ്ങനൊന്നും അതൊന്നും ക്ലീൻ ഒന്നുമല്ല. ആരും ക്ലീൻ അല്ല. നമുക്കൊരു പഞ്ചായത്തിൽ പോണേ അവിടെ ദൂതന്മാർ ഇറങ്ങി വരുമ്പോ ഒരു MLA സമീപിക്കുമോ? നമുക്ക് അതിനെ പ്രതിനിധികളെ തന്നിരിക്കുന്നത് അവരെ സമീപിക്കും. നമ്മുടെ സാധു സുനിൽസാറിന്റെ ദൂതന്മാർ ഇറങ്ങി വന്നവർക്ക് എല്ലായിടത്തും ദൂതന്മാർ ഇറങ്ങി വരുന്നത് ദൈവം ഓരോരുത്തരെ ആക്കിയിരിക്കുന്നത്. ദൈവം ഓരോരുത്തരെ ആക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയാ. മാതൃകയായിട്ട് കാര്യം വിചാരങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ബൈബിളിൽ അതിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് രോഗശാന്തിയായിരുന്നു. നമ്മുടെ ബന്ധുക്കോസുകാര് അതിനകത്ത് തർക്കിക്കുന്ന കണ്ടുമായിരുന്നു. ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോയ വിഷയമുണ്ട്, ആന്റി കൺവേർഷൻ ലോ. നമ്മുടെ 28 ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ ക്യാമറ ഉണ്ട്. കാരണം ഇതൊരു ഫൈറ്റിംഗ് ആണെന്നുള്ള ഒരു ഫീലിംഗിലേക്ക് വരല്ലേ. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് പോലീസിൽ നിന്ന് നേരിട്ട് ഇത് വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് മറക്കരുത്. ഒരു ലിമിറ്റ് വെച്ചേ സംസാരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന നമ്മുടെ ഭരണഘടന നമുക്ക് ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 26, ആർട്ടിക്കിൾ 50 ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫ്രീഡം ഓഫ് റിലീജിയസ് പ്രാക്ടീസ്, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ നമുക്ക് അനുകൂലമായ അവസ്ഥകളുണ്ട്. നമ്മുടെ മണിപ്പൂരിൽ നടക്കുന്ന സംഭവം എന്താണ്? എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ നിന്ന് 543 MPമാരുള്ള ലോകസഭയിലോ ഒരു ബന്ധക്കോസുകാരൻ പോലും ഇല്ല. നിയമങ്ങളെ നിർമ്മിക്കാൻ, നമുക്ക് ശബ്ദമില്ലാത്ത ശബ്ദം ഉണ്ടാക്കുവാൻ നമ്മുടെ ബന്ധക്കോസുകാർ ഇടയിൽ നിന്ന് രാഷ്ട്രീയക്കാരുണ്ടാകുന്ന വാദത്തോടു കൂടെ ഞങ്ങളെ രണ്ട് സൈഡിൽ ഇല്ല തീർന്നു അതുകൊണ്ടാണ്. ഇല്ല, ഒറ്റ വാക്യം. എന്നോട് ചോദ്യമാണ് ചോദിച്ചു. വിശ്വാസ സമൂഹത്തിൽ പുതിയ നിയമത്തിൽ പെന്തക്കോസ്ത് ശക്തി ലഭിച്ചിട്ട് വിശ്വാസത്തിൽ വന്നവർ ഒറ്റയാളെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയോ ഭരണാധികാരത്തിൽ നിൽക്കുകയോ, പൗരത്വമല്ല പറയുന്നത്, പൗരത്വം വേറെയാണ്, പൗരത്വം നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം.
ഒറ്റ വാക്കേ ഉള്ളൂ. ആരെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നിട്ടുണ്ടോ? ഒരു കാര്യം കൂടെ മണിപ്പൂർ ഇവിടെ വരണോ? സഭയുടെ പീഡനം, സഭയുടെ സുരക്ഷയെ പറ്റിയൊക്കെ ഇവിടെ ഇപ്പൊ പരാമർശം നടത്തി. ഇവിടെ മന്ത്രിമാർ വന്ന് പ്രസംഗിച്ചിട്ടോ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടോ അല്ല നമ്മുടെ സഭ ഇത്രയും വളർന്നത്. നമ്മുടെ സുരക്ഷ ഒരുക്കിയത് എവിടുന്നാണെന്നും ആരായിരുന്നു നമ്മുടെ സൃഷ്ടികർത്താവെന്നും സുരക്ഷ എവിടുന്നാണെന്നും നമ്മൾ എങ്ങനെ വളർന്നെന്നും പീഡയാണ് നമ്മളെ വളർത്തിയത്. മണിപ്പൂർ ഇവിടെ വരുന്നത് പാവപ്പെട്ടവന്റെ രക്തം ഒഴുകാനല്ല, പാവപ്പെട്ടവന്റെ രക്തം ഒഴുകാനല്ല മണിപ്പൂർ ഇവിടെ വരുന്നത്. നല്ലതും തീയതും വന്നേരം പറയുന്നത് ചില ഘട്ടം പരിശുദ്ധാത്മ ശക്തിയിൽ മാത്രം മതി. നിർത്തുക. ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യം വന്നിട്ടുണ്ട്. പുതിയ നിയമത്തിലെ രാഷ്ട്രീയ സ്വാധീനം, അത് ഏറ്റവും അവസാന ജഡ്ജിങ് പാനലിന് ശേഷം വൈൻഡപ്പിങ്ങിൽ പറയുന്നതായിരിക്കും. നമ്മൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഒരു മൈക്ക് ഒന്ന് പറഞ്ഞാട്ടെ. ഒറ്റ വാക്ക്, ഒറ്റ മിനിറ്റ് പ്ലീസ്, പെട്ടെന്ന് കൊടുത്താട്ടെ. ഇവിടെ നിന്ന് നിങ്ങളുടെ ഓഡിയൻസിൽ നിന്ന് ഒരു വാക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നു. പെട്ടെന്ന് ഒറ്റ വാക്ക്. റൈറ്റ്. ഇവിടെ പല ചർച്ചകൾ കേട്ടു. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. നാട്ടിൽ ഞാൻ കുറേ നാൾ ജോലി ചെയ്തത് കൊണ്ടും നാട്ടിൽ ജീവിച്ചത് കൊണ്ടും നമ്മൾ പല ആവശ്യങ്ങൾക്ക് നമ്മളിപ്പോൾ ജോലിയുടെ സംബന്ധമായിട്ടും അല്ലാത്ത ആവശ്യങ്ങൾക്കും രാഷ്ട്രീയക്കാരെ നമ്മൾ സമീപിക്കാറുണ്ട്. അവരുടെ റെക്കമെൻഡിലൂടെ പല കാര്യങ്ങളും സാധിക്കാറുണ്ട്. എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരനെ സമീപിച്ചു. അവര് എൻ്റെ ഇന്റർവ്യൂ നടക്കുന്ന ദിവസം ഇവരെ വിളിച്ച് ഇൻഫോം ചെയ്തു. എനിക്ക് ജോലി കിട്ടി. പക്ഷെ ജോലി കിട്ടുന്നതിന് മുമ്പ് ഇന്റർവ്യൂ നടക്കുമ്പോൾ ഇവരെന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇവര് വിളിച്ചതൊന്നും പറഞ്ഞില്ല. അതിന് പകരം ഇവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതല്ലേ മനുഷ്യരിൽ ആശ്രയിക്കുന്നത് ശരിയാണോ? നല്ലൊരു ചോദ്യം. അവർ സഹായിച്ചു, പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അവർ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ ഇടപെടുമെന്ന്. ഞാൻ പറഞ്ഞു, ഇന്റർവ്യൂ നടത്തുന്നത് ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയാ. കുറെ പേര് വന്ന ഇന്റർവ്യൂ ബോർഡിൽ ഒരാളെ സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ ദൈവത്തിലും ഇടപെടണം, മനുഷ്യനും ഇടപെടണം. അതാണ് അവിടെ ദൈവം മനുഷ്യരിൽ കൂടെ ചില സമയത്ത് ഇടപെടും. അത് ചിലപ്പോ രാഷ്ട്രീയക്കാരിലൂടെ ആയിരിക്കും. താങ്ക് യു. ഇവിടെ ഇല്ല, സോറി. ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്തോണ്ട് ഒറ്റ മിനിറ്റ്. മൈക്ക് തരുന്നു. ഒറ്റ മിനിറ്റ്. ഇനി സംസാരിച്ചിട്ടില്ലാത്തവർക്ക് സംസാരിച്ചിട്ടില്ലാത്ത ഒരാൾക്കൂടെ അവസരം കൊടുക്കുന്നു. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങിയ. സഹോദരി പറഞ്ഞ അതിന് എതിരായിട്ട് ഞാൻ പറയുന്നു. എതിരായിട്ട് വേണ്ട, നമ്മുടെ കാര്യം ഞാൻ പറയുന്നത് ദൈവം ഒരാൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. ഞാൻ 91 വന്നതാണ്. എനിക്ക് ഗൾഫ് കാണാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. എനിക്ക് ടിക്കറ്റും വിസ ഉൾപ്പെടെ എനിക്ക് കർത്താവ് ഇവിടെ തന്ന് ഞാൻ യുഎയിലെത്തി. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്ലീസ് ഞാൻ പറഞ്ഞോട്ടെ. ദൈവം അങ്ങനെയും പ്രവർത്തിക്കും. അല്ലല്ല ഫേബ, ഞാൻ പറഞ്ഞോളാം. ദൈവം അങ്ങനെയും പ്രവർത്തിക്കും, ഇങ്ങനെയും പ്രവർത്തിക്കും. ദൈവത്തിന്റെ പരമഹിതം ചെയ്താട്ടെ. ഒറ്റ വാക്ക്. പറഞ്ഞ ഒരു കാര്യം, സഭ എന്ന വാക്കിന്റെ അർത്ഥം എക്ലീസിയ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അർത്ഥം വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ്. പക്ഷെ നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ഈ ഒരു വേർതിരിവ്, നമുക്കൊരു വിശുദ്ധി നമുക്ക് ഉണ്ടാകുമോ? ജോയലിന്റെ ചോദ്യത്തിനും കൂടി ഉത്തരം പറയുന്നു. സഭ എന്ന വാക്ക് പെന്തക്കോസ്റ്റ് വാക്കല്ല. സഭ എന്ന വാക്ക് എക്ലീസിയ എന്ന് പറഞ്ഞാൽ നിയമസഭ പോലെ, ലോകസഭ പോലെ ഒരു പേരാണ് എക്ലീസിയ. അന്നത്തെ നിയമസഭയുടെ പേരായിരുന്നു എക്ലീസിയ. അന്നത്തെ ലോകസഭയുടെ പേരായിരുന്നു എക്ലീസിയ. അത് നമ്മൾ ഇതിനകത്ത് വന്നപ്പം നമ്മുടെ എക്ലീസിയ ആക്കിയെന്നേ ഉള്ളൂ. അപ്പം ടേം തന്നെ വളരെ മാച്ച് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്. ഒറ്റ വാക്ക്. അച്ഛൻ കുറച്ചു നേരം കൊണ്ട് പറഞ്ഞു. ഒറ്റ വാക്ക്. പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവ് വിളിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. അത് 1 Pത്രോസ് 2 മുമ്പിൽ പറയുന്നു, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി രാജകീയ വർഗമാണ്. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ പോയാൽ നമുക്ക് ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാനുള്ള സമയം കിട്ടില്ല. ഒന്ന്. രണ്ടാമത് പിന്നെ പറഞ്ഞു, നമ്മുടെ ദൈവമക്കളുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒരാള് നമ്മുടെ MLA ആയിട്ട് വേണമെന്ന് പറഞ്ഞു. ദൈവമക്കളുടെ കാര്യം നടക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ നേരോടെ ജീവിക്കും, നേരോടെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം ഇടപെടും. ദൈവം ഇടപെട്ട പല സംഗതികളും ഉണ്ട്. പഴയ കാലത്തും നമ്മുടെ ദൈവം ഇടപെട്ടാണ് നമ്മുടെ സഭയെ മുന്നോട്ട് നയിച്ചത്. രാഷ്ട്രീയക്കാരെ ഇടപെട്ടില്ല. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ശദ്രക് മേശക് അബേദ്നെഗോവും അവരെ തീച്ചുള്ളിൽ നിന്ന് വിളിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയും അല്ല. ദൈവമാണ് വിളിച്ചത്. ദൈവം വിളിക്കാൻ ശക്തനാണ്. അവർ രാഷ്ട്രീയക്കാരായിരുന്നു അവര്. ഓക്കെ. ബഹുമാനപ്പെട്ട ജഡ്ജസ് അബ്രഹാം ഒരു കാര്യം പറയുന്നുണ്ട്. അവർ രാഷ്ട്രീയക്കാരാണ്.
രണ്ട് ഭാഗത്തു നിന്നും ശക്തമായ വാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നടുവിൽ ഞങ്ങൾ എവിടെ ചോദിച്ചാൽ ഞങ്ങൾ ഇതിന്റെ നടുവിൽ ഇവിടെയാണ്. ഞങ്ങൾ ഇതുവഴി അങ്ങ് പോകാൻ നിൽക്കുക. അതുകൊണ്ട് നമുക്ക് ജഡ്ജിങ് പാനലിലേക്ക് പോകുന്നു. ജഡ്ജിങ് പാനൽ അവരുടെ അഭിപ്രായം അവതരിപ്പിക്കും. അത് കേട്ടില്ല. യേശു രാഷ്ട്രീയം പറഞ്ഞിരുന്നോ? എല്ലാ വാക്യങ്ങളും യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞിരുന്നോ? എല്ലാ വാക്യങ്ങളും നമ്മുടെ കയ്യിൽ ഫുൾ ഡോക്യുമെന്റ് ഉണ്ട്. എല്ലാത്തിനും പ്ലീസ് സാറേ ഞങ്ങൾ ഓക്കെ രാഷ്ട്രീയക്കാർ അങ്ങനല്ല അല്ലല്ല പ്രാർത്ഥന രാഷ്ട്രീയ കാര്യത്തിന് മാത്രമല്ലല്ലോ. പ്ലീസ് ഓക്കെ ഹലോ പ്രാർത്ഥന രാഷ്ട്രീയ കാര്യം നടത്താൻ വേണ്ടി മാത്രമല്ലല്ലോ, വേറെ ഒത്തിരി കാര്യത്തിന് ഇത് വേണമല്ലോ. അതുകൊണ്ട് ജഡ്ജസിലേക്ക് പോവുകയാണ്. ഈ നല്ല സംഭാഷണത്തിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ കരവടിച്ച് സ്വാഗതം ചെയ്യുകയും വന്ദനം ചെയ്യുകയും അഭിനന്ദനം ചെയ്യുന്നു. ഏറ്റവും വലിയ കൺഫ്യൂഷനിൽ നമ്മൾ നിൽക്കുക, വേണോ വേണ്ടായോ. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് വേണ്ടണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓവർ ടു ജഡ്ജസ്. ആദ്യമായി റെവറൻഡ് റോയ് ജോർജ് തന്റെ രാഷ്ട്രീയ നിരീക്ഷണവും വ്യക്തമായ തന്റെ മാനസിക ചിന്തകളും നമ്മോട് പങ്കുവയ്ക്കും. അതിനുശേഷം ബഹുമാനായ ഡോക്ടർ വിൽസൺ ജോസഫ് തന്റെ അഭിപ്രായം പങ്കുവയ്ക്കും. ഏറ്റവും അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും കൺക്ലൂഷനോ വൈൻഡിങ് അപ്പ് ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് പ്രാർത്ഥിച്ച് സമാധാനത്തോടെ പിരിയും. ഒരിക്കൽ കൂടെ ഈ വളരെ മനോഹരമായ ഈ അനുഗ്രഹീത സദസ്സിനെ ഒരുക്കിയ PYPA വർഷിപ്പ് സെന്റർ PYPAക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഒരിക്കൽ കൂടെ പങ്കെടുത്ത നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം വളരെ വാലിഡ് ആണ്. താമസമിന ഇതെല്ലാം ടെലികാസ്റ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും. നമുക്ക് കൂടുതൽ പഠിക്കാനും അറിയാനും ഇടയാകട്ടെ. MLA മാരുണ്ടാകാതിരിക്കട്ടെ, ഉണ്ടാകട്ടെ, എല്ലാം നടക്കട്ടെ. നമുക്ക് സഭയുടെ ലക്ഷ്യത്തിലേക്ക് പോകട്ടെ. ഓവർ ടു റോയ് ജോർജ്. പ്രൈസ് ഗോഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ആനുകാലികമായിട്ട് ഇന്ന് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന്മേൽ ദൈവസഭ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചുള്ളൊരു ചിന്തയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഞാൻ നാട്ടിലത്തെ ഒരു വെറഡിക്റ്റ് ഓർക്കുന്നു. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്ററായിട്ട് 1957 ഇരുന്നപ്പോൾ അവർ നമ്മുടെ ലാൻഡ് ആക്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു വിഷയം വന്നപ്പോൾ ഗവൺമെൻറ് അവരുടെ പ്രപ്പോസൽ വെച്ചു. ഓഫ്കോഴ്സ് ഇത് നിയമവിഷയമാണല്ലോ, അതുകൊണ്ട് കോടതിയുടെ മുന്നേ പോയി. കോടതിയിൽ 3 ജഡ്ജിങ് പാനലായിരുന്നു. 3 ജഡ്ജസിൻ്റെ മുന്നിൽ പോയ ഒരു ലാൻഡ് റവന്യൂ ആക്ട് ഗവൺമെൻറ് മാർക്സിസ്റ്റ് കമ്മ്യൂണിറ്റി പാർട്ടിയുടെ നിർദ്ദേശമായിരുന്നു ഗവൺമെൻറ് നൽകിയത്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നൽകിയത്. എന്നാൽ വെർഡിക്റ്റ് വന്നപ്പോൾ 3-ൽ 2 പേരുടെ ഭൂരിപക്ഷത്തോടുകൂടി EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മാർക്സിസ്റ്റ് പാർട്ടി പ്രപ്പോസ് ചെയ്ത അതുപോലെ അവർ അംഗീകരിച്ചില്ല. ഓഫ് കോഴ്സ് ദർസ് എ ലാൻഡ് റിഫോർമേഷൻ ബില്ല് വന്നു. ആ സമയത്തൊക്കെ കേരളത്തിലൊക്കെ ചിലപ്പം ഏക്കറുകൾ 100 കണക്കിന് 200 ഏക്കർ വസ്തുക്കളൊക്കെ ഉള്ള ജന്മിമാരുണ്ടായിരുന്നു. എന്നാൽ അതൊരു കൺട്രോൾ വന്നു. എന്നാൽ അവർ നിർദ്ദേശിച്ചതായിട്ട് വളരെ ചെറിയ ലാൻഡ്, ഒരു 5 ഏക്കറോ 10 ഏക്കറോ അങ്ങനെ ഒരു ലാൻഡ് കൊടുത്തു, അത് അംഗീകരിച്ചില്ല. അപ്പം ജഡ്ജിങ് പാനലിൽ 3-ൽ 2 പേരുടെ ഭൂരിപക്ഷത്തോടു കൂടി, എന്നാൽ വളരെ റീസണബിളി അതിൻ്റെ ഒരു വെർഡിക്റ്റ് അത് അപ്രൂവ് ചെയ്തു. ലാൻഡ് നമുക്കറിയാമല്ലോ, ഇത്ര ഏക്കറിൽ കൂടെ ആർക്കും സ്വന്തമായിട്ട് 16 ഏക്കർ എന്ന് പറയുന്നത് 16 ഏക്കറിൽ കൂടുതൽ ആൾക്ക് സ്വന്തമായിട്ട് ഭൂമി കൈവശം വെക്കുവാൻ അവകാശമില്ല എന്നുള്ള നിയമം അങ്ങനെ അപ്രൂവ് ചെയ്തപ്പോൾ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പ്രപ്പോസ് ചെയ്ത് കുറച്ചുകൂടെ താഴോട്ട് കൊണ്ടുവരണം. കാരണം ഇത് ഈക്വൽ റൈറ്റ്സിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് അംഗീകരിക്കാത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു കമൻറ്റ് വന്നു. 3 ജഡ്ജസ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഈ ജഡ്ജിമാരും വന്ന വഴിയുണ്ടല്ലോ, ജഡ്ജിമാർ 3-ൽ 2 പേര് ഇത് അപ്രൂവ് ചെയ്തതിൻ്റെ കാരണം ഈ ഒന്നുമില്ലാത്തവരൊന്നും അധികം ജഡ്ജിമാരിനകത്ത് ഇല്ലല്ലോ. അപ്പം അതിനെ അംഗീകരിക്കേണ്ട 3 ജഡ്ജിമാരിൽ 2 പേര് തിരിച്ചാണ് അതിൻ്റെ നിയമം പാസ്സാക്കിയത്. അപ്പോൾ എപ്പോഴും ഞാൻ ഓർക്കുന്നത്, 2 പാനൽ വന്നപ്പോഴും നല്ല അഭിപ്രായങ്ങൾ അവർ ശക്തമായിട്ടൊക്കെ ഉന്നയിച്ചപ്പോഴൊക്കെ ഞാൻ അത് കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എപ്പോഴും നമ്മൾ വന്ന വഴി ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും ഉണ്ടാകും. നമ്മുടെ നാവിൽ കൂടെ വരുന്ന അഭിപ്രായങ്ങളൊക്കെ അത് എപ്പോഴും നമ്മളെ കമൻറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പം വിശ്വാസത്തിലെ പെന്തക്കോസ്ത് സഭകളിലേക്ക് വരുമ്പോൾ സമുദായത്തിൽ വന്നവർ, മറ്റ് ഹിന്ദു കൺവേർട്സൊക്കെ വരുന്നവരൊക്കെ വരുമ്പോൾ അവർ ഈ കാര്യത്തിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും ഉണ്ട്. അവർ വന്ന വഴി വരുമ്പോൾ അവരതേയും കൂടെ കണക്ട് ചെയ്തായിരിക്കും നിൽക്കുന്നത്. നേരത്തെ ചില പാനൽ ചോദിച്ചല്ലോ, ചിലർ ഓർപ്പിക്കുകയുണ്ടായി നമ്മളിങ്ങനെയൊക്കെ വന്നിട്ട് പിന്നിനി മടങ്ങിപ്പോകുന്ന കാര്യത്തെക്കുറിച്ച്. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം വരുന്നത്, നമ്മുടെ പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് രാഷ്ട്രീയം വരുമ്പോൾ ഓഫ് കോഴ്സ് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ മുന്നിലുള്ള 3 രാഷ്ട്രീയ കക്ഷികളാണ് പ്രധാനമായിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി,
കോൺഗ്രസ്, BJP. ഈ 3 പാർട്ടികളുള്ളപ്പോൾ പെന്തക്കോസ് ഇപ്പം എൻ്റെ ചർച്ച ഒരു നാട്ടിലും എൻ്റെ ഒരു ചർച്ച നടന്നിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ചർച്ച ഓഫ് കോഴ്സ് നമ്മുടെ ചർച്ചകളൊക്കെ ഉണ്ട്, അങ്കമാലി സെൻറ്ററിൻ്റെ തന്നെ ചർച്ചകൾ പലതുണ്ട്. ഇങ്ങനത്തുള്ള വിഷയം വരുമ്പോൾ അവരെന്നോട് ചോദിച്ചു ഏത് പാർട്ടിക്ക്, ഇപ്പം മുമ്പേ പറഞ്ഞില്ല രാഷ്ട്രീയം ആകാമോ ഇല്ലയോ എന്ന് പറഞ്ഞു, അവിടെ വീണ്ടും നമ്മൾ അടുത്തിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ ഏത് പാർട്ടിക്ക് പോകും? രാഷ്ട്രീയം ആകട്ടെ നല്ലതാണ്, ഒത്തിരി കാര്യം പോസിറ്റീവ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയം അനുവദിക്കും? നമുക്ക് പറയാൻ പറ്റുമോ? കോൺഗ്രസിൽ പോകാൻ പറ്റുമോ? മാർക്സിസ്റ്റ് പാർട്ടി പോകാൻ പറ്റുമോ? BJP പോകാൻ പറ്റുമോ? ഏതിനെ നമ്മൾ സെലക്ട് ചെയ്യും? അവിടെ ഒരു വലിയ പ്രശ്നമായിട്ട് വരും ദൈവസഭയ്ക്ക്. അപ്പോൾ അതിൽ ഒന്ന് തിരഞ്ഞെടുക്കണമെങ്കിൽ BJP ഇനി നമുക്കിവിടെ സ്വർണം കോരി തന്നു പറഞ്ഞാൽ തന്നെയും നമ്മുടെ ക്രിസ്ത്യാനികളെ മണിപ്പൂർ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിലിട്ട് വളരെയധികം ദോഷങ്ങളുണ്ടാക്കുന്ന നിയമങ്ങളിലൂടെയും അല്ലാതെയും ബൈ ഫോഴ്സിൽ പാസ്റ്റർമാരെ അടിക്കുന്നു, വിശ്വാസികളെ അടിക്കുന്നു. ആ ഒരു BJP വോട്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? രണ്ടാമത് മാർക്സിസ്റ്റ് പാർട്ടി, ദൈവവിശ്വാസികളല്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാമൂഹ്യതയെ പെന്തക്കോസ്ത് ഭാഷകനെ അംഗീകരിക്കുന്നത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അവർക്ക് കൊടുക്കാൻ പറ്റും? കോൺഗ്രസിന് ഇങ്ങനെ 2 പാർട്ടിയാണ് ഉള്ളപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ കോൺഗ്രസിനെ ചെയ്യാൻ പറ്റുമോ എന്ന് പറയും? അപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ വരും ദൈവസഭയെ സംബന്ധിച്ച്. ആർക്ക് നമ്മൾ പിന്തുണ കൊടുക്കുന്നുള്ള വിഷയം വരും. വേറൊരു കാര്യങ്ങളുണ്ട്, നമ്മുടെ ചർച്ചിൽ തന്നെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു മെമ്പറും BJPയുടെ ഒരു മെമ്പറും കോൺഗ്രസിൻ്റെ മെമ്പറും ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ വിശ്വാസികൾ. ഈ 3 പേരുണ്ടെങ്കിൽ അവരെ നമ്മൾ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളും? അവരുടെ ആശയങ്ങളോട് നമ്മൾ എങ്ങനെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും, മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? കാരണം നമ്മുടെ ലക്ഷ്യം ഇതല്ലല്ലോ. മുമ്പേ പറഞ്ഞല്ലേ, നമ്മുടെ ദൈവരാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ വിഷയം കൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ അതേ വിട്ട് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും? ഏത് പാർട്ടി? ഇപ്പോൾ VS ജോയിക്ക് ഒരു അവസരം കിട്ടിയത് അദ്ദേഹത്തിന് TPM വിശ്വാസി ആയതുകൊണ്ടല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് KSUവിൻ്റെ പ്രസിഡൻ്റായിട്ടൊക്കെ നിന്നുകൊണ്ട് അതുകൊണ്ടൊരു ബെൽറ്റ് ഉള്ളതുകൊണ്ടാണ് പുള്ളിക്ക് ഒരു അംഗീകാരം കിട്ടിയത്. അത് വെച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയിൽ ചെല്ലുമ്പോൾ എന്ത് പറയാൻ പറ്റും? കാരണം നമ്മളെ സംബന്ധിച്ച് അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചു. മുമ്പേ പറഞ്ഞില്ല, അന്ധകാരത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം നാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, വിശുദ്ധ വംശം, സ്വന്തം ജനമൊക്കെ ആക്കിയിരിക്കുന്നു. മുമ്പേ കരുണ ലഭിക്കാത്തവരായിരുന്നു, ഒരു കരുണ ലഭിച്ചവർ ഇപ്പോൾ സ്വന്തം ജനമാക്കിയിരിക്കുന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം സുവിശേഷം അറിയിപ്പാനാണ്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിനുള്ള എതിർപ്പല്ല, അതിനേക്കാൾ ഉപരി എൻ്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ കാര്യം പറയണമെങ്കിൽ ഈ രാഷ്ട്രീയം കുടുംബത്തിനകത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് പോകാൻ കഴിയാതെ വരും, നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന അവസരങ്ങളിലേക്ക് വരും. കാരണം ഏത് രാഷ്ട്രീയം എന്നുള്ള വിഷയം വരും. രാഷ്ട്രീയം നല്ലതൊക്കെയാണ്, നമുക്ക് സെർവ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും. പക്ഷേ ഏത് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതാണ് വലിയൊരു പ്രശ്നം വരുന്നത്. ആശയ ഒരു പാസ്റ്റർ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ അവസരം കൊടുക്കുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയത്തിനും അവസരം കൊടുക്കണം. എല്ലാ രാഷ്ട്രീയം കൂടെ ഒരു സവേലം കാണാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നടക്കുന്ന സുവിശേഷം കൂടെ 100% ഇല്ലാതെ പോകും. ഇതുകൂടെ നമുക്ക് ആരുടെ അടുത്തും പോകാൻ പറ്റുമോ? നമ്മളൊരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമായിട്ട് എവിടെ പോകാൻ പറ്റും? നമുക്ക് പരസ്യവും നടത്താൻ പറ്റുമോ? നമുക്ക് സുവിശേഷം പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ആദ്യം അത് നിർത്തേണ്ടി വരും. നോ മോർ, ഇനി ഞങ്ങൾ ഈ സുവിശേഷ പ്രവർത്തനം എന്നുള്ള പരിപാടി അങ്ങ് നിർത്തും. പിന്നെ നമ്മുടെ ബൈബിളൊക്കെ കോട്ട് ചെയ്യുന്ന VS അച്യുതാനന്ദൻ കോട്ട് ചെയ്ത പോലെ കെടാത്ത തീയും ചാകാത്ത പുഴുകും എന്ന് പറഞ്ഞ് ബൈബിളൊക്കെ നിയമസഭയിൽ കോട്ട് ചെയ്യുന്ന അൺവാണ്ടഡ് കാര്യങ്ങളേക്കും മറ്റുള്ള സ്ഥാപിക്കുന്ന അനുഭവങ്ങളോട് കടന്നു പോകുന്ന പരിപാടി. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം വിടരുത്. പക്ഷെ നല്ലതാണ് ഈ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസുകൾ നമ്മുടെ MLA-മാർ, MP-മാരോ മന്ത്രിമാരോ കോർപ്പറേഷൻ മെമ്പേഴ്സോ പഞ്ചായത്ത് വന്നാൽ നമുക്ക് കിട്ടുന്നത് നല്ലതാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ അവസരങ്ങൾക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരിലൂടെയൊക്കെ പ്രവർത്തിപ്പാൻ കഴിയും. വന്നാൽ അത് നല്ലതാണ്. പക്ഷേ ഇതൊക്കെ ഔദ്യോഗികമായിട്ട് അങ്ങോട്ടങ്ങ് അനുവദിച്ചു കഴിഞ്ഞാൽ, നമ്മളത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈവസഭകളുടെ പെന്തക്കോസ്ത് സഭകളുടെ തന്നെ എക്സിസ്റ്റൻസും അതിൻ്റെ നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ തന്നെ നമ്മൾ വിട്ടുപോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ആസ് എ പാനലിൻ്റെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ഉറപ്പിക്കുന്ന വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണിത്. ഇത് ദൈവസഭയിൽ ഇത് അനുവദിക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. നമുക്ക് വലുത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവും അവൻ അനേകരെ യേശുവിന് വേണ്ടി നേടേണ്ടതായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ വിഷയം ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എല്ലാവരും അവരുടേതായ വാദഗതികളൊക്കെ ചെയ്തത്, മോഡറേറ്റർ, പാനൽ മെമ്പേഴ്സ്, സപ്പോർട്ടിങ്. ഞാൻ നോക്കുകയായിരുന്നു
നമ്മുടെ പാനൽ മെമ്പേഴ്സിനേക്കാൾ ശക്തരായ ബാക്ക് സപ്പോർട്ടേഴ്സാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാത്തിനും നന്ദി. ആസ് എ പ്രോഗ്രാം വളരെ നല്ലതായിരുന്നു. വളരെ ശ്രദ്ധിക്കുക, വളരെ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ നടത്തുവാൻ ശക്തനാണ്. 102 വർഷം കഴിഞ്ഞു IPC സഭ. സ്തോത്രം. രാഷ്ട്രീയക്കാരുടെ ഇതുകൊണ്ടൊന്നും വളർന്നതല്ലോ. പ്രൈസ് ഗോഡ്. നമ്മുടെ പിതാക്കന്മാർ അവർ ഫുഡ് പോലും കഴിക്കാതെ ഇന്ന് കർത്താവ് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച പിതാക്കന്മാരെ പിൻപറ്റുന്ന ദൈവത്തിൻ്റെ സഭയാണ്. അതുകൊണ്ട് ആ ലക്ഷ്യം നമ്മൾ വിടരുത്. നമ്മെ നടത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അതിനുവേണ്ടി കർത്താവ് സഹായിക്കട്ടെ. നല്ല പ്രോഗ്രാമായിരുന്നു. അതിൻ്റെ എടുക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ. പെന്തക്കോസ്തുകാർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിനോട് അദ്ദേഹം എതിരല്ലെങ്കിലും അതിൻ്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളുണ്ട്. ആശങ്കകളെ പൂർണ്ണ ഗൗരവത്തോടെ കൈക്കൊള്ളുന്നു. ഓവർ ടു ഡോക്ടർ വിൽസൺ ജോസഫ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ആശയങ്ങൾ നന്നായിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ മുമ്പാകെ അത് നന്നായിട്ട് ആ കാര്യം പ്രസൻറ്റ് ചെയ്തു. വാസ്തവത്തിൽ ഞാനിവിടെ ഇരുന്നപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം ചിന്തിക്കുകയായിരുന്നു. ഇതിൽ 1-2 പേര് കഴിഞ്ഞ ദിവസം വേണമെങ്കിൽ ഞാൻ അത് വേണോ ഇത് വേണോ എന്ന് വെച്ചാൽ മാറണമെങ്കിൽ മാറാമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആരും ഇത് അവതരിപ്പിച്ചു എന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ട് ഞാൻ അതിലേക്ക് സപ്പോർട്ട് മെൻ്റലി ഇന്ന് എനിക്കൊരു വലിയ അതിശയം തോന്നി. നമുക്കറിയാം ഈ കണ്ണൂർ സുധാകരൻ ഇന്ന് BJP പോകാൻ റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു ഇന്ന് രാവിലെ. എന്ന് വെച്ചാൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏറ്റവും കറ തീർന്ന നേതാവ്, വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും ടോപ്പ് ലീഡറായിട്ടിരിക്കുന്ന സുധാകരൻ ഇന്ന് രാവിലെ സീറ്റ് കിട്ടിയില്ലെന്നുള്ള ഒറ്റ വാശിയിൽ BJP 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. എന്ന് വെച്ചാൽ BJP പോകാൻ ഒരു മനസ്സിനൊരു മാറ്റമില്ലാത്ത രീതിയിൽ വന്നു. ഓൾമോസ്റ്റ് സോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. എങ്കിലും ഞാൻ ഇതുമായിട്ടുള്ള വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കണമേ. സൈമൺ ചാക്കോ പാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ദയവായി ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ആശയങ്ങൾ 2 പേരും പറഞ്ഞത് വളരെ നന്നായി ഞാൻ ശ്രദ്ധിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം, ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കേണ്ടവരാണ് നിങ്ങൾ. എന്ന് വെച്ചാൽ ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയല്ല, ലോകത്തിലുള്ള സകലത്തെ കടന്നു ചെന്ന് എന്നിട്ട് പറഞ്ഞത് ഈ മഹാദൗത്യം പറഞ്ഞത് ഭൂലോകമൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കണം, ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുവാനല്ല. എന്ന് വെച്ചാൽ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കേണ്ടവരാണ് നാം. അപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മുടെ പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നവർ 2 ആശയവും ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ്. പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നത് ശരിക്കും നല്ല ചില കറ തീർന്ന പെന്തക്കോസ്തുകാരാണെങ്കിൽ അഴിമതി ഒന്നും അവിടെ കാണില്ല, നല്ല കാര്യങ്ങൾ നടക്കും. എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ദൈവവിശ്വാസികളായിട്ടുള്ളവർ ഇന്ന് പൊളിറ്റിക്സിൽ വന്നാൽ ഇന്നത്തെ പൊളിറ്റിക്സിൻ്റെ അനുഭവം തന്നെ അത് മാറിപ്പോകും. അത് ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ദരിദ്രർക്കും ഒക്കെ അവരുടെ കണ്ണുനീര് തുടയ്ക്കണമെങ്കിൽ, അവർക്ക് ആശ്വാസം നൽകണമെങ്കിൽ ഇങ്ങനെയുള്ള ചില നല്ല ആൾക്കാർ, ഞാൻ പറയുന്നത് പെന്തക്കോസ്ത് അനുഭവമുള്ള ആൾക്കാർ അതിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നടക്കും. അപ്പോൾ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ ദാനിയേലിൻ്റെ കാര്യമോ യോസഫിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞല്ലോ, വെറുതെ പറഞ്ഞത് ഈസി ആയിട്ട് എടുക്കരുത്. യോസഫിനെ കുറിച്ച് ഫറവോൻ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഉന്നതിയിൽ മിനിസ്റ്ററായിട്ട് നിൽക്കുമ്പോൾ പറഞ്ഞത് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ മറ്റൊരുത്തൻ, എന്ന് വെച്ചാൽ അത്ര ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു യോസഫ്. ആ യോസഫ്, പഴയ നിയമത്തിലെ കാര്യമാണ് പറയുന്നത്. ജോയൽ പറഞ്ഞതിനെ ഞാൻ പറയാം, അതിൻ്റെ കൂടെ മറുപടി പറയാം. യോസഫിന് അത്ര പൊളിറ്റിക്കലി ഏറ്റവും വലിയ നിലയിൽ നിൽക്കുമ്പോഴും അത് ഫറവോൻ ഉൾപ്പെടെയുള്ള സകലരും അത് പറയുവാൻ, കാരണം ലോകത്തിനറിയാം ഇത്ര നല്ല മനുഷ്യനാണ് യോസഫ്. ദാനിയേലിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ ഓർപ്പിച്ചതാ, ലോകത്തിലൊരു മനുഷ്യനെക്കുറിച്ചും ജീവനോടിരിക്കുമ്പം പറഞ്ഞിട്ടില്ല, ദാനിയേലേ പോയി വിശ്രമിക്കുക, കാലാവസാനത്തെങ്കിൽ നിൻ്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമെന്ന് ദൈവം ഒരു മനുഷ്യനോട് പറയുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അബു സാർ പോകരുത്, 1 മിനിറ്റ് നിൽക്കണം. പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പോവുകയാണെന്ന് തോന്നും. അതുകൊണ്ട് പ്ലീസ് ആരും പോകരുത്. ഏതാ പോയിട്ട് വരണ്ടേ? ഓക്കെ. അപ്പോൾ ആരും പോകരുത്. ഇനി പറയരുത്, ഞാനീ പറഞ്ഞ് അത് സ്ഥാപിക്കാൻ വേണ്ടി വരികയല്ല.
ആ ഞാനീ പറഞ്ഞത് ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയല്ല, അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ദാനിയേലിനെ കുറിച്ച് അങ്ങനെയാണ്, യോസഫിനെ കുറിച്ച്, രണ്ടു പേരെ കുറിച്ച് നാം പഠിച്ചാൽ ഒരുപോലെ ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്ത മനസാക്ഷിയുള്ളവരായിരുന്നു രണ്ടുപേരും, യാതൊരു സംശയവുമില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഇതുണ്ടോ? ജോലി ചോദിച്ചൊരു കാര്യമാണ്. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ഒരു പക്ഷേ നിങ്ങൾ കാണും, പഴയ നിയമത്തിലൊക്കെ ഇത് പറയും. നമ്മൾ പഴയ നിയമം വേണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ല, പഴയ നിയമത്തിലും നമ്മൾ പ്രസംഗിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ്. പുതിയ നിയമത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞിട്ടുള്ള കാര്യം റോമാലേഖനത്തിലുണ്ട്, അപ്പോൾ തന്നെ തിമോത്തിയുടെ പുസ്തകത്തിലുണ്ട്. നിങ്ങൾ അതായത് ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണം എന്നൊക്കെയുള്ള. അന്ന് പക്ഷേ ഇതുപോലുള്ള മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലായിരുന്നു. ഈ പുതിയ നിയമം എഴുതുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ BJPയോ മാർക്സിസ്റ്റ് പാർട്ടിയോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ പോയെന്നിരിക്കും. അന്നത്തെ പാർട്ടികളൊന്നും ഇല്ല. ശ്രദ്ധിക്കണമേ, അന്നത്തെ അങ്ങനത്തെ ഒരു അവസരമല്ലായിരുന്നു അന്ന്. പഴയ നിയമത്തിലാണെങ്കിൽ രാജാക്കന്മാരെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആരംഭത്തിൽ തന്നെ നിങ്ങളെല്ലാം പൊതുവകയായിട്ട് എണ്ണണം, ഒരാൾ പോലും എല്ലാവരും നിങ്ങൾക്കുള്ള സ്വത്തുകൾ മുഴുവനും ഒരുമിച്ച് കൊണ്ടുവന്ന ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു 1-ാം നൂറ്റാണ്ടിലെ അനുഭവം. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ് അതിനകത്തിലൊക്കെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അന്ന് ഇതുപോലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നേനെയുമായിരിക്കാം എന്ന് നാം ചിന്തിക്കുന്നു. അങ്ങനെ നമുക്ക് പ്രത്യക്ഷമായിട്ട് പറയാനില്ല. എന്നാൽ അവരെ ബഹുമാനിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പല കാര്യങ്ങളുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ വചനം പറയുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇവിടെ അതല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. എന്ന് വെച്ചാൽ നാം സ്വർഗീയ പൗരന്മാരാണ്. യേശു ക്രിസ്തു കാണിച്ച മാതൃക അത് മാക്സിമം നമ്മൾ പിന്തുടർന്ന് പോകേണ്ടവരാണ്. ഈ ലോകത്തിന് അനുരൂപമാകരുത്. റോമാലേഖനത്തിൽ നാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പഴയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, അവർ ജാതികളുടെ ഇടയിൽ എണ്ണപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ വ്യത്യസ്തമായ ഒരു കൂട്ടം ആൾക്കാരായിട്ടാണ് കർത്താവ് നമ്മെ എണ്ണിയിരിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മെ കാണുന്ന ആ ഒരു രീതിയിലേക്ക് നാം വരണം. എൻ്റെ രാജ്യം ഐഹികമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു. എന്ന് വെച്ചാൽ ലോകവുമായിട്ടുള്ള ബന്ധമല്ല. പക്ഷേ രാഷ്ട്രീയം പലപ്പോഴും ഞാൻ പറയാം, ഈ നമ്മൾ രാഷ്ട്രീയത്തിൽ വന്നാൽ ഒരു സഭയിൽ ഈ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ നമുക്ക് ഇൻവോൾവ് ആകാം. മാർക്സിസ്റ്റ് പാർട്ടി കാണും, BJPയുടെ കുറച്ച് ആൾക്കാർ കാണും, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടാകും. നമ്മളങ്ങ് അനുവദിച്ചു കൊടുത്താൽ സഭ എന്നാൽ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺഗ്രസ്സുകാർ കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘർഷം വരെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുമാത്രമല്ല, രാഷ്ട്രീയത്തിന് പുറകെ പോയാൽ ആത്മീയത്തിൽ നിന്ന് നാം പിന്നിലേക്ക് പോകും. സംശയമില്ല, യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയത്തിന് പുറകെ പോയാൽ നമ്മൾ ആത്മീയത്തിൽ നിന്ന് പിന്നിലേക്ക് പോകും. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, പാസ്റ്റർമാരൊരിക്കലും ഒരു പൊളിറ്റീഷ്യൻ ആകാൻ പാടില്ല. അതുപോലെ ഒരു തെരഞ്ഞെടുപ്പിലും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ. പക്ഷേ പെന്തക്കോസ്തുകാരുടെ രാഷ്ട്രീയം തീരെ കുറവല്ല. ഈ പൊതുജനങ്ങളുടെ പൊതുവിലുള്ള രാഷ്ട്രീയത്തെക്കാൾ വലിയ രാഷ്ട്രീയമാണ് പെന്തക്കോസ്തുകാരുടെ രാഷ്ട്രീയം, ഇൻസൈഡ് രാഷ്ട്രീയം. എന്നാൽ അത് തെറ്റാണ്, തീർച്ചയായിട്ടും അത് തെറ്റാണ്. മറ്റേത് മാത്രമല്ല തെറ്റ്, ഇതും തെറ്റാണ് ഈ രാഷ്ട്രീയത്തിലേക്ക്. എന്നാൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ഇവിടെ പലരും പറഞ്ഞു വോട്ട് ചെയ്യുന്ന കാര്യമൊക്കെ. വാസ്തവത്തിൽ രാഷ്ട്രീയത്തെ നമുക്ക് അതുപോലെ പാടെ എതിർക്കുകയാണെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല. പാടെ നമ്മൾ രാഷ്ട്രീയത്തെ എതിർക്കുക, അങ്ങനെയെങ്കിൽ നമ്മൾ വോട്ടിങ്ങിനൊന്നും പാടില്ല. പക്ഷേ നമ്മുടെ റൈറ്റാണ്. ചിലർ പറഞ്ഞ വോട്ടിങ് നമ്മുടെ റൈറ്റാണ്, നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ കണ്ണടച്ച് ഇത് മുഴുവൻ തെറ്റാണ് എന്ന് പറയുകയും അതിനേക്കാൾ വലിയ രാഷ്ട്രീയം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യുന്നത്, അതാണ് ഏറ്റവും വലിയ തെറ്റ്. സഭാ പൊളിറ്റിക്സാണ് ലോക രാഷ്ട്രീയത്തേക്കാൾ വലിയ പൊളിറ്റിക്സ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം നമ്മൾ മാറി തീർച്ചയായിട്ടും ആത്മീയത്തിൽ, വിശുദ്ധിയിൽ നമ്മൾ മുമ്പോട്ട് പോകണം. കർത്താവ് നമ്മെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണെന്ന് പറയുവാൻ കഴിയണം. നമ്മൾ ആ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി അത് വാസ്തവത്തിൽ അത് വിട്ട് ലോകകാര്യങ്ങളിൽ മാത്രം ഇൻവോൾവ് ആകാനല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു കർത്താവിൻ്റെ ദാസനാണ്. എന്നാൽ പാസ്റ്റർമാർ ഒരിക്കലും
ഒരു രാഷ്ട്രീയത്തിലേക്ക്. എന്നാൽ ചില വിശ്വാസികളൊന്ന് പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് വന്നു. നമുക്കെല്ലാം താല്പര്യമുണ്ട് എല്ലാ പ്രധാനപ്പെട്ട മിനിസ്റ്റേഴ്സുമായിട്ട്. മുമ്പേ ഒരു കാര്യം പറഞ്ഞ ജോൺ ജോസഫിൻ്റെ കാര്യം പറഞ്ഞത്, ജോൺ ജോസഫ് അന്ന് മൈനോറിറ്റി കമ്മീഷൻ മെമ്പറായിട്ട് ഇരിക്കുമ്പോൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഷാർജ വർഷിപ്പ് സെൻറ്റർ ഉണ്ടാകുകയില്ലായിരുന്നു. അതൊരു കൊച്ചു കാര്യമല്ല. അതുകൊണ്ട് ഏതെങ്കിലും ആൾക്കാർ അങ്ങനെ ഒരു കാര്യങ്ങളിൽ, പക്ഷേ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് പോയി ഇൻകിലാബ് സിന്ദാബാദ് വിളിക്കാൻ പോയിട്ട് ഒരു കാര്യവുമില്ല. അതിലേക്ക് വരണമെങ്കിൽ ഈവൻ ഒരു മുനിസിപ്പൽ ചെയർമാൻ ആകണമെങ്കിൽ അതൊരു കൊച്ചു കാര്യമല്ല. പെട്ടെന്ന് ഒരാളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആളിനെ മുനിസിപ്പൽ ചെയർമാനോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാൻഡിഡേറ്റോ അല്ലെ കോൺഗ്രസ് പാർട്ടിയുടെ കാൻഡിഡേറ്റോ ആക്കാൻ പറ്റത്തില്ല. പെന്തക്കോസ്തുകാർക്ക് ആകുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം ഒരാളുണ്ടെങ്കിൽ അവരെ പാടേ എതിർക്കുന്നത് ആ പ്രവണത തെറ്റാണ്. നമുക്ക് തീർച്ചയായിട്ടും അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു. നമ്മുടെ ഈ പൊളിറ്റിക്സുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ ഏറ്റവും വലിയ പൊളിറ്റിക്സ് അതല്ല നമ്മുടെ വിഷയമെങ്കിലും സഭാരാഷ്ട്രീയമാണ് ഏറ്റവും വലിയ പൊളിറ്റിക്സ്. അതിൽ നിന്ന് നമ്മൾ മാറണം. അതാണ് മറ്റേതിനേക്കാൾ ദൈവം വെറുക്കുന്നത്, ഒരു സംശയവുമില്ല. ലോകത്തിലെ രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കർത്താവ് വെറുക്കുന്നത് സഭാ രാഷ്ട്രീയമാണ്. അതിൽ നിന്ന് നമ്മൾ പിന്മാറണം. അപ്പോൾ തന്നെ ഈ രാഷ്ട്രീയം, ഞാൻ പറയുന്നത് അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയല്ല, എങ്കിലും അതിനെ പാടേ എതിർക്കാൻ നമുക്ക് പാടില്ല. അതിനെ നമ്മൾ പറ്റുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ട് ബാലൻസ് ചെയ്ത് നിങ്ങൾ നിൽക്കണം എന്ന്. പക്ഷേ ദൈവവചനവുമായി മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാസ്റ്റേഴ്സ് ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങരുത്. എന്നാൽ ഏതെങ്കിലും വിശ്വാസികൾ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അവരെ പാടെ എതിർത്തുകൊണ്ട് നീ പിശാചാണ്, നീ ശത്രുവാണ്, പിശാചാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരെ ഫൽസിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് പോകാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കർത്താവ് നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നത് ഒരു മാതൃകാ ജീവിതം നമ്മിലൂടെ കർത്താവിനെ കാണണം. അതായിരിക്കട്ടെ നമ്മിലൂടെ ദൈവനാമം മഹത്വമെടുക്കണം. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ രീതിയിൽ ഈ കോൺവെർസേഷന് ജഡ്ജ് ചെയ്ത് ഈ വിഷയം ഇവിടെ വളരെ മനോഹരമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. രണ്ട് എക്സ്ട്രീമിൽ നിന്ന് രണ്ട് ഉദാഹരണങ്ങൾ എടുക്കുന്നു. ഒന്ന്, വർഷിപ്പ് സെൻറ്ററിൻ്റെ പിന്നിൽ, ഈ സ്ഥാപനത്തിൻ്റെ പിന്നിൽ ജോൺ ജോസഫ് എന്ന ദേവദാസൻ്റെ സേവനം നാം കേട്ടു. അപ്പോൾ തന്നെ പാസ്റ്റർ ഡോക്ടർ സാമുവൽ സി ജോസഫ്, തിരുവനന്തപുരം ഈസ്റ്റ് സെൻറ്റർ, ഇന്ന് അതിൻ്റെ ഉത്തരവാദിത്തം ദേവദാസൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു ഗ്രാമത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൺവെൻഷന് വേണ്ടി പോയപ്പോൾ നാട്ടുകാർ കൂടി അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. ശരീരത്തിൽ നിന്ന് പൊട്ടി ബ്ലീഡിങ്ങിന് വരുമ്പോൾ അന്ന് അദ്ദേഹം ഗവൺമെൻറ് അണ്ടർ സെക്രട്ടറിയാണ്. ഒരൊറ്റ ഫോൺ കോളിൻ്റെ മുമ്പിൽ തിരുവനന്തപുരത്തെ SP മുതലുള്ള സകലരും ആ സ്ഥലത്ത് വരും. എന്നോട് പറഞ്ഞു, സൈമച്ച ഞാൻ അതിനൊന്നും പോയില്ല, പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. അപ്പം രണ്ട് എക്സ്ട്രീമിസം നമ്മൾ കണ്ടു. പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിക്കുക, ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നിടത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുക. ദൈവം രണ്ടിനും നമ്മളെ ബുദ്ധി തരട്ടെ, വിവേകം തരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ അനുഗ്രഹീത സദസ്സിന് ഒരിക്കൽ കൂടെ വന്ദനം അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കിട്ടിയ നല്ല ആ എൻഹാൻസ്മെൻറ്റിനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒറ്റ വാക്കിൽ PYPയെ തുടർന്ന് വൈൻഡിങ് അപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് റോയ് ജോർജ് സാറിന് ഒരാളുടെ പേരൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ്. ചാർലി കിർക്ക്, അമേരിക്കയുടെ ചാർലി കിർക്ക് ട്രംപിനെയൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസാണ്. അദ്ദേഹം ഈ വാസ് അസാസിനേറ്റഡ്, കൊല്ലപ്പെട്ടതാണല്ലോ. അദ്ദേഹം ആ കൊല്ലപ്പെട്ട തൊട്ട് മുൻപുള്ള സമയങ്ങളിൽ ഓർമ്മിച്ചൊരു വിഷയം, നിങ്ങളെ എങ്ങനെ അറിയണം, ഇൻ വിച്ച് വേ യു വാണ്ട് ടു ബി റിമെമ്പേർഡ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൻസർ പറഞ്ഞത്, എൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ അറിയപ്പെടണമെന്നാണ് പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. അത് മാത്രം ഓർപ്പിക്കും. Thank you. Over to Manu. PYPS സെക്രട്ടറി പ്രിയ മനു തോമസ് ഇപ്പോൾ മുമ്പോട്ട് കടന്നു വരുന്നു. ചില കാര്യങ്ങൾ ഓർപ്പിക്കും. അതുപോലെ തന്നെ വോട്ട് ഓഫ് താങ്ക്സ് കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കും. പ്രൈസ് ലോർഡ്. ഇത്രത്തോളം നമ്മുടെ ചർച്ച ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാവരും അതിൽ ആക്റ്റീവായി പങ്കെടുക്കുവാനും ഇടയാതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുവാനും സമകാലികമായിട്ടുള്ളതായ ഒരു വിഷയം
ഇപ്പോൾ അതിലേക്ക് ചർച്ച നയിക്കുവാനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുവാനുമായിട്ട് ഇടയായിട്ടുണ്ട്. അതിൽ ഇന്ന് പങ്കെടുത്തവരെയും അതുപോലെ തന്നെ ഇതിൻ്റെ ജഡ്ജിങ് പാനലിൽ അതുപോലെ തന്നെ മോഡറേറ്ററായി കടന്നു വന്നവരെ എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ട് ഇന്നത്തെ ജഡ്ജിങ് പാനലിൽ നമ്മുടെ ഇടയിൽ കടന്നു വരികയും അവരുടെ സേവനം വളരെ വിലപ്പെട്ടതാണ്. വളരെ സമയം നമ്മളോടൊപ്പം അവർ ബിസി ഷെഡ്യൂളിലും ചെലവഴിച്ചു. അതിൽ റവറൻഡ് ഡോക്ടർ വിൽസൺ ജോസഫിനോടുള്ളതായ നന്ദിയെ ഞാൻ PIPയുടെ നാമത്തിൽ ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ റവറൻഡ് റോയ് ജോർജ്, അദ്ദേഹവും വളരെ ഫലപ്രദമായി ചർച്ചയിൽ ജഡ്ജായി കടന്നു വന്ന് സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തോടുള്ളതായ നന്ദിയെ ഞങ്ങൾ PIPയുടെ പേരിൽ അറിയിക്കുന്നു. അപ്പോൾ തന്നെ മോഡറേറ്ററായിട്ട് കടന്നു വന്ന റവറൻഡ് ഡോക്ടർ സൈമൺ ചാക്കോ, അദ്ദേഹത്തോടും PIPയുടെ നാമത്തിലുള്ളതായ നന്ദിയെ ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ ഫലപ്രദമായി ചർച്ചയെ നയിക്കുവാൻ ദൈവം തന്നെ ഉപയോഗിച്ചുവല്ലോ. അതോടൊപ്പം തന്നെ 2 പാനലായിട്ടാണ് ഇവിടെ ചർച്ച പുരോഗമിച്ചത്. 2 പാനലിലും കടന്നു വന്നിരിക്കുന്നവരായി 2 പാനലിലും 3 പാനലിസ്റ്റുകളെ വീതമാണ് നമ്മൾ തിരഞ്ഞെടുത്തിരുന്നത്. ഒരു പാനൽ പാസ്റ്റർ എബി പടപ്പക്കര, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് നെജി ജോർജ്, തോമസ് ഫിലിപ്പ്. മറു പാനലിൽ ജോർജ് വർഗീസ്, അതുപോലെ തന്നെ രാജു PV, ബ്രദർ റിജു കുഞ്ഞുമോൻ. ഈ 6 പേരോടും ഞങ്ങളുടേതായ നന്ദി ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ തന്നെ 2 ഭാഗത്തുമായി സപ്പോർട്ട് ചെയ്യാനായിട്ട് ക്ഷണിച്ചപ്പോൾ കടന്നു വന്നു. ആ ചർച്ചയിൽ വളരെ ഫലപ്രദമായി നിങ്ങൾ പങ്കെടുത്തു. അത് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ നിന്നും പങ്കെടുത്തവരോടുള്ളതായ നന്ദി അറിയിക്കുന്നു. അതിലുപരിയായി നിങ്ങൾ കടന്നു വന്ന് സംബോധിച്ച നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ വളരെ ബഹുമാനിക്കുകയും നിങ്ങളോടുള്ളതായ ആദരം ഞങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ നന്ദി അറിയിക്കുന്നു. കാരണം വളരെ ചുരുക്കമായിട്ടാണ് ആൾക്കാർ കടന്നു വന്നതെങ്കിലും വളരെ ഫലപ്രദമായി ചർച്ച മുമ്പോട്ട് പോവുകയും അതിൻ്റെ കൺക്ലൂഷൻ എത്തുവാനും ഇടയായല്ലോ. നിങ്ങൾ പങ്കെടുത്ത നിങ്ങളെല്ലാവരോടും അതുപോലെ തന്നെ മീഡിയ ടീം ഞങ്ങളോട് നന്നായി സഹകരിച്ചു. അതുപോലെ തന്നെ സൗണ്ട് മൈക്ക് ഓപ്പറേറ്റ് ചെയ്തവർ എല്ലാവരോടും ആരുടെയെങ്കിലും പേര് ഈ തരണത്തിൽ വിട്ടുപോയിട്ട് നിങ്ങൾ സദയം ക്ഷമിക്കണം. എല്ലാവരോടും ഉള്ളതായ ഹൃദയംഗമായ നന്ദി PIP 2026 ടീമിൻ്റെ പേരിൽ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രാർത്ഥിച്ച് അതിൻ്റെ ഈ സെഷൻ അവസാനിപ്പിക്കാനായി പാസ്റ്റർ വിൽസൺ ജോസഫിന് മൈക്ക് കൈമാറും. നമുക്കൊരു നിമിഷം ദൈവത്തിൻ്റെ എഴുന്നേറ്റ് നിൽക്കാം. അതുപോലെ ഡോക്ടർ സൈമൺ ചാക്കോ ഇന്ന് കുടുംബമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. പ്രിയ സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. ഫുഡിൻ്റെ ക്രമീകരണം എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അല്പം കുറച്ചാണ് ആൾക്കാർ വന്നിരിക്കുന്നത്, എന്നാൽ തീരെ കുറവല്ല. അപ്പോൾ ഫുഡൊക്കെ ആവശ്യത്തിനുണ്ട്. 2 പോർഷൻ വരെ വേണമെങ്കിൽ ഒരാൾക്ക് ബൊഫേ പോലെ നിങ്ങൾക്കത് എടുക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നേ അതല്ല, എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോറി, ഒരു കാര്യം വിട്ടുപോയി, സദയം ക്ഷമിക്കുക. നമ്മുടെ 10 മണി മുതൽ ഉള്ള സെഷനിൽ ചർച്ചിൻ്റെ കൊയർ വളരെ ആക്റ്റീവായി പങ്കെടുത്തു. എൻ്റെ മിസ്റ്റേക്കാണ്, ഞാനത് വിട്ടുപോയി പറയാനായിട്ട്. അവർ കൊയറംഗങ്ങളെല്ലാവരും അതുപോലെ തന്നെ കടന്നു വന്ന് അവർ ഗാനങ്ങൾ ആലപിച്ചു. നമ്മളെ അതിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായല്ലോ. അവരോടുള്ളതായ നന്ദി പ്രത്യേക ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് വീണ്ടും കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനാകുന്ന പ്രിയ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ ഇന്ന് വന്ന നിമിഷം മുതൽ ഇതുവരെയും അവിടുത്തെ വ്യക്തമായ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. കൊയർ നല്ല പാട്ടുകൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. അത് കടന്നു വന്നവർക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നല്ലോ. അതിന് അവസാനമായി നടന്ന ഈ ഡിബേറ്റ് സെഷൻ കർത്താവേ, അതിന് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകാല കർത്താവേ, അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആരുടെയെങ്കിലും വാക്കുകളിൽ അങ്ങേക്കീതമല്ലാത്തത് വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഇന്ന് അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവത്തിൻ്റെ നാമം പിന്നെയും മഹത്വമെടുക്കണമേ. ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിലേക്ക് കടന്നു വന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊയറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. PIPയുടെ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. അത് മേൽക്കുമേൽ അനുഗ്രഹത്തിലേക്ക് വരുവാൻ അവിടുന്ന് സഹായിക്കണം. ഞങ്ങൾ അടിയങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ച് തരണമേ, ശുദ്ധീകരിച്ച് തരണമേ. മുഖാന്തരങ്ങളെ അനുഗ്രഹിച്ച് വലിയ
പ്രതിഫലം കൊടുത്ത് മാനിക്കണം കർത്താവേ. സമാധാനത്തോടെ ഞങ്ങൾ പിരിയട്ടെ. തിരു സാന്നിധ്യം പിന്നെയും കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവാകുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും കൂട്ടായ്മയും പ്രാർത്ഥിച്ച സകല വിഷയത്തോടും തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. എല്ലാവർക്കും പ്രത്യേകം നന്ദി ഒരിക്കലൂടെ അറിയിക്കുന്നു. പ്രത്യേകാൽ ഡോക്ടർ സൈമൺ ചാക്കോ കുടുംബത്തെ പ്രത്യേക